ഓം ശാന്തി. 12/1/2025. റിവൈസ് ഡേറ്റ് 15/11/2003. പാപ്പ പറയുന്നേ, मन को एकाग्र कर, एकाग्रता की शक्ति द्वारा फरिश्ता स्थिति का अनुभव करो. മനസ്സിനെ ഏകാഗ്രമാക്കി ഏകാഗ്രതയുടെ ശക്തിയിലൂടെ ഫരിസ്ത സ്ഥിതിയുടെ അനുഭവം ചെയ്യൂ എന്ന് ബാബ പറയാം. आज सर्व गजानों के मालिक अपने चारों ओर के संपन्न बच्चों को दिख रहे हैं. ഇന്ന് സർവഗജനാക്കളുടെയും അധികാരി സ്വയം 4 ഭാഗത്തുമുള്ള സമ്പന്നരായ കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹരേക്ക് ബച്ചേക്കോ സർവഗജാനോം കെ മാലിക് ബനായ ഹെ. ഓരോ കുട്ടികളെയും സർവഗജനാക്കളുടെ അധികാരിയാക്കി മാറ്റിയിരിക്കുന്നു. ऐसा गजाना मिला है जो और कोई दे नहीं सकता. അതായത് മറ്റാർക്കും തരാൻ പറ്റാത്ത അങ്ങനെയുള്ള ഖജനാവാണ് സ്വയം ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്നത്. ഇത് വേറെ ആർക്കും തരാൻ സാധിക്കില്ല. तो हर एक अपने को गजानों से संपन्न അനുഭവ करते हो. അപ്പോൾ ബാബ ചോദിക്കുകയാണ്, ഓരോരുത്തരും സ്വയത്തെ ഖജനാക്കളാൽ സമ്പന്നനാണ് എന്ന അനുഭവം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. सबसे श्रेष्ठ खजाना है ज्ञान का खजाना, शक्तियों का खजाना, गुणों का खजाना. साथ साथ बाप और सर्व ब्राह्मणात्माओं द्वारा दुआओं का खजाना. അതായത് ബാബ പറയാണ്, ഏറ്റവും ശ്രേഷ്ഠമായ ഖജനാവ്, ജ്ഞാനത്തിൻ്റെ ഖജനാവ്, ശക്തികളുടെ ഖജനാവ്, ഗുണങ്ങളുടെ ഖജനാവ്. അതേപോലെ ബാബയും അതേപോലെ ബാബയിലൂടെ സർവ ബ്രാഹ്മണ ആത്മാക്കളിലൂടെ കിട്ടുന്ന ആശീർവാദങ്ങളുടെ ഖജനാവ്. ഇതൊക്കെ വലിയ ഖജനാക്കളാണെന്ന് പറയാണ് ബാബ. तो ചെക്ക് കരോ യഹ് സർവ ഖജാനെ പ്രാപ്ത ഹേ. അപ്പോൾ ബാബ ചോദിക്കുകയാണ്, ഈ സർവ ഖജനാക്കളും ഞാൻ നേടിയിട്ടുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യാൻ പറയാണ് ബാബ. എന്നിട്ട് ബാബ പറയാ, സർവ ഖജാനോം സെ ജോ സംപന്ന ആത്മാ ഹെ ഉസ്കി നിശാനി सदा नयनों से चेहरे से चलन से खुशी औरों को भी അനുഭവ होगी. അപ്പോൾ ബാബ പറയാണ്, സർവഗജനാക്കളാൽ ആരാണോ സമ്പന്നമായിരിക്കുന്ന ആത്മാവ്, അവരുടെ അടയാളം എന്താണ്? സദാ കണ്ണുകളിലൂടെ, മുഖത്തിലൂടെ, പെരുമാറ്റത്തിലൂടെ സന്തോഷത്തിൻ്റെ അനുഭവം മറ്റുള്ളവർക്കും ഉണ്ടാവും, അവരെ കാണുന്നവർക്കും ഉണ്ടാകും എന്ന് ബാബ പറയാം. जो भी आत्मा संपर्क में भी आएंगे वह अनुभव करेंगे कि यह आत्मा अलौकिक खुशी से अलौकिक न्यारी दिखाई देती है. അപ്പോൾ ആരെങ്കിലും അവരുമായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ ബാബ പറയുന്നത്, അപ്പോൾ അവർക്ക് അനുഭവം ഉണ്ടാകും ഈ ആത്മാവ് അലൗകിക സന്തോഷത്തിൽ, അതേപോലെ അലൗകികമായിട്ട് വേറിട്ട് കാണപ്പെടുന്നു. എല്ലാവരെ പോലെ അല്ല, ഇവരിലൊരു വ്യത്യാസം ഉണ്ട് എന്ന് അവർക്ക് അനുഭവം ഉണ്ടാകും. ആപ്കി ഖുഷി കോ ദേഖ് ദൂസരി ആത്മായെ ബി തോടെ സമയ കെ ലിയെ ഖുഷി അനുഭവ കരേങ്കി. അതേപോലെ ബാബ പറയാ, നമ്മളുടെ സന്തോഷം കണ്ടിട്ട് മറ്റാത്മാക്കളും കുറച്ച് സമയത്തേക്ക് സന്തോഷത്തിൻ്റെ അനുഭവം ചെയ്യും. അപ്പം നമ്മളിൽ നിന്ന് കിട്ടുന്ന അനുഭവമാണ് അവർക്ക്. ജैसे आप ब्राह्मण आत्माओं की सफ़ेद ड्रेस सभी को कितनी न्यारी और प्यारी लगती है. അതായത് ബാബ പറയാണ്, എങ്ങനെയാണോ നമ്മൾ ബ്രാഹ്മണാത്മാക്കളുടെ വൈറ്റ് ഡ്രസ്സ് എല്ലാവർക്കും എല്ലാവരെയും എത്ര വേറിട്ടും സ്നേഹിയുമായിട്ട് മാറ്റുന്നു. ഈ വെള്ള ഡ്രസ്സിനോട് എല്ലാവർക്കും ഒരു പ്രത്യേക സ്നേഹമൊക്കെ ഉണ്ട് പറയുന്ന ഒരു പ്രത്യേകതയുണ്ട് അതിന്. സ്വച്ഛത, സാദഗി ഓർ പവിത്രത അനുഭവ ഹോത്തി അല്ലേ. അതൊരു പവിത്രതയുടെ, സ്വച്ഛതയുടെ അനുഭവമാണ് ഉണ്ടാക്കുന്നത്. ദൂർ സേ ഹി ജാൻ ജാത്താ ഹെ യഹ് ബ്രഹ്മകുമാരി ഹെ. അതായത് നമ്മളെ കാണുമ്പോൾ ദൂരെ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും, ഇത് ബ്രഹ്മകുമാരിയാണ്.
ऐसे ही आप ब्राह्मणात्माओं के चलन और चेहरे से सदा खुशी की झलक कुछ नसीब की फलक दिखाई दे. അതായത് ബാബ പറയാണ്, ഇങ്ങനെ തന്നെ നമ്മൾ ബ്രാഹ്മണ ആത്മാക്കളുടെ പെരുമാറ്റത്തിലൂടെ, മുഖത്തിലൂടെ സദാ സന്തോഷത്തിൻ്റെ തിളക്കം, ഭാഗ്യത്തിൻ്റെ തിളക്കം കാണപ്പെടണം എന്ന് ബാബ പറയാം. आज सर्व आत्माएं महान दुखी है. ऐसे आत्माएं आपका खुशनुमा चेहरा देखकर, चलन देखकर एक घड़ी की भी खुशी की अनुभूति करे. അതായത് ബാബ പറയാണ്, ഇന്ന് സർവ ആത്മാക്കളും മഹാദുഃഖികളാണ്. അപ്പോൾ ബാബ പറയാം, ഇങ്ങനെയുള്ള ആത്മാക്കൾ നിങ്ങളുടെ ആ സന്തോഷമുള്ള, സന്തുഷ്ടമായ മുഖം കണ്ട്, പെരുമാറ്റം കണ്ട് ഒരു നിമിഷമെങ്കിലും സന്തോഷത്തിൻ്റെ അനുഭൂതി ചെയ്യണം. അതാ ബാബ പറയണേ. जैसे प्यासी आत्मा को अगर एक बूंद पानी की मिल जाती है तो कितना खुश हो जाता है. ബാബ പറയാണ്, ഇപ്പം നോക്കൂ, എങ്ങനെയാണോ ദാഹിച്ചിരിക്കുന്ന ആത്മാവിന് ഒരു തുള്ളി വെള്ളം കിട്ടിയാലും അവർക്ക് സന്തോഷമാണ്. വെള്ളം എന്ന് പറഞ്ഞാൽ അത്രയും വാല്യുബിളാണ്. ഒരു തുള്ളി കിട്ടിയാലും സന്തോഷമാണ്. അവർക്ക് എത്ര സന്തോഷം ഉണ്ടാവും. ऐसे खुशी की अंजलि आत्माओं के लिए बहुत आवश्यक है. അപ്പം അതേപോലെ ബാബ പറയണ സന്തോഷത്തിൻ്റെ അഞ്ജലി ആത്മാക്കൾക്ക് വളരെ ആവശ്യമാണ്. ഐസെ സർവ ഗജാനോം സെ സദാ സമ്പന്ന ഹോ. അപ്പോൾ ബാബ ചോദിക്കുകയാണ്, ഇങ്ങനെ സർവ ഖജനാക്കളാൽ സദാ നമ്മൾ സമ്പന്നമാണോ? हर ब्राह्मण आत्मा स्वयं को सर्व गजानों से सदा भरपूर अनुभव करते हो വാ കബി കബി. അപ്പോൾ ബാബ ചോദിക്കുകയാണ്, ഓരോ ബ്രാഹ്മണാത്മാവും സ്വയത്തെ സർവഗജനാക്കളാൽ സദാ നിറഞ്ഞ അനുഭവം ചെയ്യുന്നുണ്ടോ, അതോ ഇടയ്ക്കിടയ്ക്കാണോ എന്ന് ബാബ ചോദിക്കാം. ഗജാനെ അവിനാശി ഹെ, ദേനേവാല ദാദാ ബി അവിനാശി ഹെ, तो रहना भी अविनाशी चाहिए. അപ്പോൾ ബാബ പറയാണ്, ഓരോ ബ്രാഹ്മണ ആത്മാക്കളും അല്ലേ, ഖജനാവ്, ഓരോ ബ്രാഹ്മണാത്മാക്കൾക്കും ഖജനാവ് കിട്ടിയിട്ടുണ്ട്. ഖജനാവ് അവിനാശിയാണ്. ആ ഖജനാവ് തരുന്ന ആളും അവിനാശിയാണ് അല്ലേ. ഇനി ആ ഖജനാവ് അവിനാശിയായിട്ടിരിക്കുമെന്ന് ബാബ പറയാം. എല്ലാം അവിനാശിയായിട്ടുള്ളതാണ് ഭഗവാൻ നമുക്ക് തരുന്നത്. എന്നിട്ട് ബാബ പറയാണ്, क्योंकि आप जैसे अलौकिक खुशी सारे कल्प में सिवाय आप ब्राह्मणों के किसको भी प्राप्त नहीं होगी. ഇനി ബാബ പറയാണ്, എല്ലാം അവിനാശിയാണല്ലോ. കാരണം എന്തുകൊണ്ടാ, എങ്ങനെയാണോ നമുക്ക് അലൗകിക സന്തോഷം മുഴുവൻ കൽപ്പത്തിൽ നമ്മൾ ബ്രാഹ്മണാത്മാക്കൾക്കല്ലാതെ അലൗകികമായ സന്തോഷം വേറെ ആർക്കും കിട്ടില്ല. അത് നമുക്ക് മാത്രമേ കിട്ടുള്ളൂ എന്ന് ബാബ പറയാം. യഹ അബി കി അലൗകിക ഖുഷി ആദാ കൽപ്പ് പ്രാലബ്ധ കെ രൂപമേ ചലത്തി ഹെ. അപ്പോൾ ബാബ പറയാണ്, ഇത് ഇപ്പോഴത്തെ അലൗകിക സന്തോഷം അരകൽപ്പത്തെ പ്രാപ്തിയുടെ രൂപത്തിലാണ് നടക്കുന്നത്. തോ സബി ഖുഷ് ഹെ. ബാബ ചോദിക്കുക, എല്ലാവരും സന്തോഷമായിട്ടാണോ ഇരിക്കുന്നത്? ഇസ്മേ തോ സബീനെ ഹാത്ത് ഉട്ടായ. അച്ഛാ സദാ ഖുഷ് ഹെ. അങ്ങനെ സദാ സന്തോഷമാണോ എന്ന് ചോദിച്ചപ്പോഴേ എല്ലാവരും കൈപ്പൊക്കി. അപ്പോൾ ബാബ പറയാം, നല്ല കാര്യം അല്ലേ, എല്ലാവരും സന്തോഷമായിട്ടാണല്ലോ ഇരിക്കുന്നത് എന്ന് ബാബ പറയാം. സദാ സന്തോഷമാണോ? കബി ഖുഷി ജാതി തോ നഹി. ബാബ ചോദിക്കുകയാണ്, സദാ സന്തോഷമാണോ, അതോ ഇടയ്ക്ക് സന്തോഷമൊന്നും പോകുന്നില്ലല്ലോ. കബി കബി ജാതി ഹെ, കബി ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടോ? കുശ് രഹത്തെ ഹോ ലേക്കിൻ സദാ ഏകരസ് ഉസ്മേ അന്തർ ആ ജാത്ത ഹെ. അപ്പോൾ ബാബ പറയാണ്, സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് കുട്ടികൾ, എന്നാൽ അവിടെ എന്താണ്, സദാ ഏകരസമായിരിക്കുന്നില്ല. സദാ ഏകരസമായിട്ടിരിക്കുന്നതിൽ വ്യത്യാസം വരുന്നു എന്ന് ബാബ പറയാം. ഇപ്പോൾ 50% സന്തോഷമുണ്ട് വിചാരിക്കുക, കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ 40 കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ 70 സന്തോഷത്തിൻ്റെ ശതമാനം. അതാ ബാബറിനെ വ്യത്യാസം വരുന്നു, ഒരേപോലെയല്ല.
खुश रहते हो लेकिन പെർസെൻറ്റേജ് में अंदर आ जाता है അല്ലേ, സന്തോഷമായിട്ടിരിക്കുന്നുണ്ട് പക്ഷെ പെർസെൻറ്റേജിൽ വ്യത്യാസം വരുന്നുണ്ട്. ബാപ് ദാദാ ഓട്ടോമാറ്റിക് ടി വി സേ സബ് ബച്ചോം കെ ചെഹരെ ദേഖ്തേ രഹത്തെ ഹൈ. ബാപ് ദാദയുണ്ടല്ലോ, ഓട്ടോമാറ്റിക്കായിട്ട് ടി വി ഉണ്ട് ബാബയുടെ അടുത്തേ. ആ ടി വിയിലൂടെ എല്ലാ കുട്ടികളുടെയും മുഖം കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് ബാബ പറയാം. तो क्या दिखाई देता है? അപ്പം എന്താണ് കാണുന്നത്? एक दिन आप भी अपने खुशी के चार्ट को ചെക്ക് करो. ബാബ പറയണ ഒരു ദിവസം നിങ്ങളും നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ചാർട്ട് ചെക്ക് ചെയ്യൂ. അമൃത വേളേസെ ലേക്കർ രാത്ത് തക്ക് ക്യാ ഏക ജൈസി പെർസെൻ്റ് ഖുഷി കി രഹത്തി ഹേ. അപ്പോൾ ബാബ പറയാണ് ഓരോ ദിവസവും നമ്മൾ കുട്ടികൾ എന്ത് ചെയ്യണം? സന്തോഷത്തിൻ്റെ ചാർട്ടൊന്ന് ചെക്ക് ചെയ്യൂ എന്ന് ബാബ പറയാം. അമൃതവേള മുതൽ രാത്രി വരെ, അതായത് എത്ര പെർസെൻറ്റേജ് എനിക്ക് സന്തോഷമുണ്ടായിരുന്നു അത് നോക്കണം. വ ബദൽത്തി ഹേ, അതോ സന്തോഷത്തിന് മാറ്റം വരുന്നുണ്ടോ? ചെക്ക് കർണാ ഹേ തോ ചെക്ക് കർണാ തോ ആത്താ ഹേ നാ. ബാബ ചോദിക്കുക, ചെക്ക് ചെയ്യാൻ അറിയില്ലേ നിങ്ങൾക്ക് എന്ന് ബാബ ചോദിക്കുകയാണ്. ആജ്കൽ ദേഖോ സയൻസിനെ ബി ചെക്കിംഗ് കി മിഷനറി ബഹുത്ത് തേജ് കർത്തി ഹേ. ബാബ പറയാൻ നോക്കൂ മക്കളെ, ഇന്ന് സയൻസ് ഉണ്ടല്ലോ, ചെക്കിങ് ചെയ്യാനുള്ള മെഷീനൊക്കെ വളരെ തീവ്രമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. എല്ലാ രീതിയിലും ചെക്ക് ചെയ്യാം അല്ലേ. നമ്മൾ എയർപോർട്ടിൽ പോകുമ്പോൾ ചെക്ക് ചെയ്യണ കണ്ടിട്ടില്ലേ? ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യും. മെഷീനിൽ കയറുമ്പോൾ മെഷീനിൽ കയറ്റി ചെക്ക് ചെയ്യുമല്ലോ. അതാ ബാബ പറയണേ, സയൻസ് എത്ര ചെക്ക് ചെയ്യാനുള്ള മെഷീനറീസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആപ്പ് ബി ചെക്ക് കറോ അവിനാശി ബന. എന്നിട്ട് ബാബ പറയാം, നിങ്ങളും ചെക്ക് ചെയ്യൂ, സന്തോഷം എനിക്ക് എത്രയുണ്ട്. എന്നിട്ട് ആ സന്തോഷത്തിന് എന്ത് ചെയ്യണം? അതായത് ബാബ പറയാം, ആ സന്തോഷത്തിനെ നമ്മൾ നിലനിർത്തിക്കൊണ്ടുപോകണം. അതാണ് അവിനാശിയാക്കി മാറ്റും. സബി ബച്ചോം കോ ബാപ് ദാദാ ने भी വർത്തമാൻ പുരുഷാർത്ഥ ചെക്ക് കിയ. അപ്പോൾ ബാബ പറയാം, എല്ലാ കുട്ടികളെയും ബാപ് ദാദ എന്ത് ചെയ്തു? എല്ലാ കുട്ടികളുടെയും വർത്തമാന പുരുഷാർത്ഥം ഒന്ന് ചെക്ക് ചെയ്തു. അപ്പം എന്താ കണ്ടേ? പുരുഷാർത്ഥ സബ് കർ രഹേ ഹെ, കോയി യഥാശക്തി കോയി ശക്തിശാലി. അപ്പോൾ ബാബ നോക്കിയപ്പോൾ എന്താ കണ്ടേ? പുരുഷാർത്ഥമൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട്. ചിലർ നല്ല ശക്തിശാലിയായിട്ടാണ് പുരുഷാർത്ഥം ചെയ്യണത്, ചിലരോ തനിക്ക് പറ്റുന്നത് പോലെയാണെന്ന് ബാബ പറയാം. നമ്മളിപ്പോൾ തീവ്ര പുരുഷാർത്ഥം ചെയ്യണം, പറ്റുന്നത് പോലെ ചെയ്യരുത് അല്ലേ, അതാ ബാബ പറയണേ. तो आज बाप दादा ने सभी बच्चों के मन की स्थिति को ചെക്ക് किया. അപ്പോൾ ഇന്ന് ബാപ് ദാദ എല്ലാ കുട്ടികളുടെയും മനസ്സിൻ്റെ സ്ഥിതി ഒന്ന് ചെക്ക് ചെയ്തു. ക്യോംകി മൂൽ ഹേ ഹി മന്മനാഭവ. കാരണം എന്തുകൊണ്ടറിയോ? മുഖ്യമായ കാര്യം മന്മനാഭവ എന്നാണ്. സേവാമേ ബി ദേഖോ തു മനസാ സേവ ശ്രേഷ്ഠ സേവ ഹേ. അപ്പോൾ ബാബ പറയാം, നിങ്ങൾ സേവനത്തെ ഒന്ന് നോക്കൂ. സേവനത്തിലും ഏറ്റവും ശ്രേഷ്ഠ സേവനം എന്താണ്? മനസാ സേവനം അല്ലേ. അതാണ് ബാബ പറഞ്ഞത്, മനസാ സേവനം ശ്രേഷ്ഠ സേവയാണ്. ഖത്തെ ബി ഹോ മൻജീത്ത് ജഗത് ജീത്ത് അല്ലേ, പറയുമല്ലോ, മനസ്സിനെ ജയിച്ചാൽ ജഗത്തിനെ ജയിച്ചു. തോ മൻ കി ഗതി കോ ചെക്ക് കിയ തോ ക്യാ ദേഖാ. അപ്പോൾ ബാബ ചോദിക്കുകയാണ്, മനസ്സിൻ്റെ ഗതിയെ നിങ്ങൾ ചെക്ക് ചെയ്തോ? അപ്പം എന്താ കണ്ടത്? മൻ കെ മാലിക് ബൻ മൻ കോ ചലാത്തെ ഹോ. ലേക്കിൻ ബാബ പറയാണ്, മനസ്സിൻ്റെ അധികാരിയായിട്ട് മാറി മനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണോ എന്ന് ബാബ ചോദിക്കുകയാണ്. അപ്പം മനസ്സിൻ്റെ അധികാരിയായിട്ട് മാറി നമ്മൾ മനസ്സിനെ കൊണ്ടുപോകണം. ലേക്കിൻ കബി കബി മൻ ആപ്കോ ബി ചലാത്തെ. എന്നാൽ ബാബ പറയാ, ഇടയ്ക്കിടയ്ക്ക് മനസ്സ് നമ്മളെ അങ്ങ് എന്ത് ചെയ്യും? നടത്തിക്കും. മനസ്സ് പറയണ പോലെയൊക്കെ നമ്മൾ അനുസരിക്കുമെന്ന് പറയാം. മൻ പരവശ് ബി കർ ദേത്താ ഹെ. മനസ്സ് പരവശനായിട്ട് മാറും. ബാപ് ദാദാനെ ദേഖ മൻ സേ ലഗൻ ലഗാത്തെ ഹെ ലേക്കിൻ മൻ കി സ്ഥിതി ഏകാഗ്ര നഹി ഹോത്തി. അതായത് ബാപ് ദാദ നോക്കി മനസ്സുകൊണ്ട് ലഹരി ഉണ്ടാകുന്നു, എന്നാൽ മനസ്സിൻ്റെ സ്ഥിതി ഏകാഗ്രമാകുന്നില്ല. മനസ്സിൻ്റെ സ്ഥിതിയും കൂടെ ഏകാഗ്രം ആവണമല്ലോ. അതാ ബാബ പറയണേ, വർത്തമാൻ സമയ മൻ കി ഏകാഗ്രത ഏകരസ സ്ഥിതി കാ അനുഭവ കരായിക. അപ്പോൾ ബാബ പറയണ വർത്തമാന സമയം മനസ്സിൻ്റെ ഏകാഗ്രത, അതേപോലെ ഏകരസ സ്ഥിതിയുടെ അനുഭവം ചെയ്യിപ്പിക്കും.
അപ്പം നമ്മുടെ വർത്തമാന സമയത്ത് നമ്മുടെ മനസ്സിന് ഏകാഗ്രതയുണ്ടെങ്കിൽ ഏകരസ സ്ഥിതിയുടെ അനുഭവം ചെയ്യിപ്പിക്കും. അബി റിസൾട്ട് മേ ദേഖാ कि मन को ഏകാഗ്ര करना चाहते हो. അപ്പോൾ ബാബ പറയാണ്, ഇപ്പം റിസൾട്ടിൽ എന്താ കാണുന്നേ? മനസ്സിനെ ഏകാഗ്രമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ബാബ ചോദിക്കുകയാണ്. ലേക്കിൻ ബീച്ച് ബീച്ച് മേ ബടക് ചാത്താ ഹെ. അപ്പോൾ ബാബ പറയാം, പക്ഷെ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് മനസ്സങ്ങ് അലയാണ്. ഏകാഗ്രത की शक्ति അവ്യക്ത ഫരിസ്ത സ്ഥിതി का सहज अनुभव कराएगा. ഏകാഗ്രതയുടെ ശക്തി അവ്യക്ത ഫരിസ്ത സ്ഥിതിയുടെ അനുഭവം സഹജമായിട്ട് ചെയ്യിപ്പിക്കും. मन भटकता है, चाहे व्यर्थ बातों में, चाहे व्यर्थ സങ്കല്പം में, चाहे व्यर्थ വ്യവഹാർ में. അപ്പോൾ ബാബ പറയണ മനസ്സിങ്ങനെ അലയുന്നുണ്ട്. വ്യർത്ഥമായ കാര്യങ്ങളിൽ, വ്യർത്ഥമായ സങ്കല്പങ്ങളിൽ, അതേപോലെ വ്യർത്ഥ വ്യവഹാരത്തിലെല്ലാം മനസ്സിങ്ങനെ അലയുന്നുണ്ട്. जैसे कोई को शरीर से भी एकाग्र होकर बैठने की आदत नहीं होती, कोई को होती. ഇപ്പം എങ്ങനെയാണോ ചില കുട്ടികളുണ്ടല്ലോ, ശരീരത്തിലും അവർ ഏകാഗ്രമായിട്ടിരിക്കുന്ന, ശരീരം കൊണ്ടും ഏകാഗ്രമായിട്ടിരിക്കുന്ന സ്വഭാവമില്ല. ഇപ്പോൾ ശരീരം വെച്ച് നമ്മളിപ്പോൾ കുറച്ച് നേരം ശാന്തമായിട്ട് കുറച്ച് നേരം സൈലൻസിലിരിക്കുക, അങ്ങനെയും ചില കുട്ടികൾക്ക് പറ്റുന്നില്ല എന്ന് പറയാം. ചിലർ കണ്ടിട്ടില്ല, എപ്പോഴും ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് അവിടെ നോക്കി ബുക്ക് വായിച്ചാൽ എന്തെങ്കിലും, അതായത് ശരീരത്തെയും ശാന്തമാക്കി വെക്കാൻ ചില കുട്ടികൾക്ക് പറ്റുന്നില്ല, ചിലർക്ക് പറ്റുന്നുണ്ട് പറയാം. तो मन जहाँ चाहो, जैसे चाहो, जितना समय चाहो, उतना और ऐसा एकाग्र होना, इसको कहा जाता है मन वश में है. അപ്പോൾ ബാബ പറയണ മനസ്സിനെ എവിടെ വയ്ക്കാൻ ആഗ്രഹിക്കുന്നുവോ, എങ്ങനെ വയ്ക്കാൻ ആഗ്രഹിക്കുന്നുവോ, എത്ര സമയം വയ്ക്കാൻ ആഗ്രഹിക്കുന്നുവോ അത്രയും നമ്മുടെ മനസ്സ് ഏകാഗ്രമായിരിക്കണം. ഇതിനെയാണ് പറയുന്നത് മനസ്സ് നമ്മുടെ വശത്താണ്. അപ്പം നമ്മുടെ വശത്താണ് മനസ്സെങ്കിൽ നമുക്കതിന് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ളത്രയും സമയം ആവശ്യമുള്ളവിടെ വയ്ക്കാൻ പറ്റും. അതാ ബാബ പറയണേ, ഏകാഗ്രത की शक्ति, മാലിക്പൻ की शक्ति സഹജ നിർവിഘ്ന ബനാ ദേത്തി. ഏകാഗ്രതയുടെ ശക്തി, അതേപോലെ അധികാരി എന്നതിൻ്റെ ശക്തി സഹജമായിട്ട് നിർവിഘ്നമാക്കി മാറ്റും. യുദ്ധം നയീകരണപ്പെടുത്തി നമുക്ക് യുദ്ധം ഒന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല എന്ന് ബാബ പറയാണ്. ഏകാഗ്രത की शक्ति से स्वतः ही एक बाप दूसरा न कोई യഹ അനുഭൂതി ഹോത്തി ഹെ. അപ്പോൾ ബാബ പറയാണ്, ഏകാഗ്രതയുടെ ശക്തിയിലൂടെ സ്വതവേ തന്നെ ഒരു ബാബ രണ്ടാമതൊരാളില്ല, ഈ അനുഭൂതി ചെയ്യിപ്പിക്കുന്നു എന്ന് ബാബ പറയാം. സ്വത ഹോഗി അല്ല, അതായത് സ്വതവേ തന്നെ ഉണ്ടാകും അങ്ങനെയുള്ള അനുഭവം. മെഹനത്ത് നഹീകരണപ്പെടുത്തി ഒരു ബാബ രണ്ടാമതൊരാളില്ല എന്ന അനുഭൂതി ഉണ്ടല്ലോ, അതിനു വേണ്ടി പരിശ്രമിക്കേണ്ടി വരില്ല എന്ന് പറയാം. സ്വതവേ തന്നെ അങ്ങനെ ഒരു ലഹരി ഉണ്ടാകും. ഏകാഗ്രത की शक्ति से स्वतः ഏകരസ ഫരിസ്ത സ്വരൂപിക്ക് അനുഭൂതി होती है. ഏകാഗ്രതയുടെ ശക്തിയിലൂടെ സ്വതവേ തന്നെ ഏകരസ ഫരിസ്ത സ്വരൂപത്തിൻ്റെ അനുഭൂതി ഉണ്ടാകും. ബ്രഹ്മബാബ് സെ പ്യാർ ഹേന, ബ്രഹ്മബാബയോട് സ്നേഹമില്ലേ? तो ब्रह्मा बाप समान बनना अर्थात ഫരിസ്ത ബന്ന. അപ്പോൾ ബ്രഹ്മബാബയ്ക്ക് സമാനമായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ എന്താ? ഫരിസ്തയായിട്ട് മാറുക. ഏകാഗ്രത की शक्ति से स्वतः ही सर्व प्रति स्नेह, कल्याण, सम्मान की वृत्ति रहते हैं. അപ്പോൾ ബാബ പറയാണ്, ഏകാഗ്രതയുടെ ശക്തിയിലൂടെ സ്വതവേ തന്നെ സർവരെ പ്രതി മംഗളത്തിൻ്റെ, അതായത് ബഹുമാനത്തിൻ്റെ മനോഭാവം നമുക്ക് വയ്ക്കാൻ പറ്റും. അതാ ബാബ പറയണേ അല്ലേ? അത് നമ്മുടെ മനസ്സ് ഏകാഗ്രമാണെങ്കിൽ നമുക്ക് എല്ലാവരോടും എന്ത് ചെയ്യാൻ പറ്റും? ബഹുമാനത്തോടെ പെരുമാറാൻ പറ്റും. എല്ലാവരെ പ്രതിയും മംഗളത്തിൻ്റെ ഭാവന വയ്ക്കാൻ പറ്റുമെന്ന് ബാബ പറയാം. ക്യോംകി ഏകാഗ്രത അർത്ഥാത് സ്വമാൻ കി സ്ഥിതി. കാരണം എന്താ അറിയോ? ഏകാഗ്രത അർത്ഥം സുമാനത്തിൻ്റെ സ്ഥിതിയാണ്. ഫരിസ്താസ്ഥിതി സുമാന, അതേപോലെ ഫരിസ്താസ്ഥിതിയും സുമാനമാണെന്ന് ബാബ പറയാം. ജैसे
जैसे ब्रह्मा बाप को देखा वर्णन भी करते हो, जैसे संपन्नता का समय समीप आता रहा तो क्या देखा. അപ്പോൾ ബാബ പറയാം, നോക്കൂ ബ്രഹ്മബാബയെ കണ്ടില്ലേ. ബ്രഹ്മബാബയെക്കുറിച്ച് വർണ്ണിക്കാറുണ്ട്. എങ്ങനെയാണോ സമ്പന്നതയുടെ സമയം സമീപത്ത് വന്നപ്പോൾ എന്താ കണ്ടത്. ബ്രഹ്മബാബയുടെ ലാസ്റ്റ് സമയമുണ്ടല്ലോ, ആ സമയത്ത് എന്താ കണ്ടത് എന്ന് ബാബ ചോദിക്കുകയാണ്. എന്താ കണ്ടേ. ചൽത്ത ഫിർത്ത ഫരിസ്ത രൂപ് ദേഹബാൻ രഹിത്. ബ്രഹ്മബാബയുടെ അവസാന നാളുകളിൽ ബ്രഹ്മബാബയെ നോക്കുമ്പോൾ ബ്രഹ്മബാബയുടെ നടപ്പ് ഇരിപ്പ് എല്ലാത്തിലും ഫരിസ്ത രൂപമാണ് കാണപ്പെട്ടത്. അതായത് ബാബ പറയാ ദേഹചിന്തയില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ് ബ്രഹ്മബാബയ്ക്ക് ഉണ്ടായിരുന്നത്. ദേഹയ്ക്ക് ഫീലിംഗ് ആത്തി थी. ബാബ ചോദിക്കുക, ദേഹത്തിൻ്റെ ഫീലിംഗ് വന്നിരുന്നോ ബ്രഹ്മബാബയ്ക്ക്. സാമനെ ജാത്തേ രഹോ तो देह देखने आती थी या ഫരിസ്ത രൂപ का അനുഭവം होता था. അതായത് ഇപ്പോൾ ബ്രഹ്മബാബയുടെ മുന്നിൽ പോകുന്ന സമയത്ത് എന്താ കാണുണ്ടായിരുന്നത്. ശരീരത്തെ കാണുമായിരുന്നോ, അത് ഫരിസ്ത രൂപത്തിൻ്റെ അനുഭവമല്ലേ ഉണ്ടായിരുന്നത്. ബ്രഹ്മബാബയുടെ ലാസ്റ്റ് ആയപ്പോൾ എല്ലാവർക്കും ബ്രഹ്മബാബയെ കാണുമ്പോൾ ഒരു ഫരിസ്ത നിൽക്കണ പോലെ തോന്നും. അതാണ് ബാബ അങ്ങനെ പറയുന്നത്. എന്നിട്ട് ബാബ പറയാ, കരം കർത്തേ ബി ബാത്ചീത് കർത്തേ ബി ഡയറക്ഷൻ ദേത്തെ ബി ഉമംഗ് ഉത്സാഹ ബടാത്തെ ബി ദേഹ സേ ന്യാരാ സൂക്ഷ്മ പ്രകാശ് രൂപി കാ അനുഭൂതിക്ക്. അപ്പോൾ ബാബ പറയുന്നത്, കർമ്മം ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴും ഡയറക്ഷൻ തരുമ്പോഴും ഉണർവും ഉത്സാഹവും വർദ്ധിപ്പിക്കുമ്പോഴും ദേഹത്തിൽ നിന്ന് വേറിട്ട് സൂക്ഷ്മ പ്രകാശ രൂപത്തിൻ്റെ അനുഭൂതിയാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയത്. कहते हो ना कि ब्रह्मा बाबा बात करते करते ऐसे लगता था जैसे बात कर भी रहा है लेकिन यहം नहीं है. അതായത് ബാബ പറയുന്നത് ബ്രഹ്മബാബയുടെ കാര്യം ഇങ്ങനെയായിരുന്നു. അതായത് നമ്മൾ ബ്രഹ്മബാബയോട് സംസാരിക്കുന്ന സമയത്ത് ബ്രഹ്മബാബ സംസാരിക്കുമ്പോൾ ബ്രഹ്മബാബ സംസാരിച്ച് ഇങ്ങനെ തോന്നുമായിരുന്നു. ബ്രഹ്മബാബ സംസാരിക്കുന്നുണ്ട്, പക്ഷേ ഇവിടെയല്ല, വേറൊരു അവസ്ഥയിലാണ് ബ്രഹ്മബാബ സംസാരിക്കുന്നത്. देख रहा है लेकिन दृष्टि अलौकिक है, यह സ്ഥൂല ദൃഷ്ടി नहीं है. അതേപോലെ ബാബ പറയാണ്, ബ്രഹ്മബാബയുടെ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന നോട്ടം, ആ ഒരു ദൃഷ്ടി, ഇതെല്ലാം അലൗകികമാണ്, അല്ലാതെ കേവലം സ്ഥൂലമായിട്ടൊരു ദൃഷ്ടിയല്ല, നോക്കുക മാത്രമല്ല എന്ന് ബാബ പറയാം. ദേഹബാൻ സേ ന്യാര ദൂസരെ കോ ബി ദേഹ കവ നഹി ആയേ ന്യാര രൂപ ദിഖായി ദേ. അതേപോലെ ബാബ പറയാണ്, ദേഹചിന്തയിൽ നിന്ന് വേറിട്ട് മറ്റുള്ളവരുടെയും ശരീരത്തെ കാണില്ല, മറ്റുള്ളവരുടെയും ശരീരചിന്ത വരുന്നില്ല, വേറിട്ട രൂപം കാണപ്പെടുന്നു. ഇസ്കോ കഹാ ജാത്താ ഹേ ദേഹമേ രഹത്തെ ഫരിസ്ത സ്വരൂപം. ഇതിനെയാണ് പറയുന്നത് ശരീരത്തിലിരുന്ന് ഫരിസ്ത സ്വരൂപം. ഹർ ബാത്ത് മേ വൃത്തി മേ ദൃഷ്ടി മേ കർമ്മമേ, ഓരോ കാര്യത്തിലും മനോഭാവത്തിലും ദൃഷ്ടിയിലും കർമ്മത്തിലും വേറിട്ടത് എന്ന അനുഭവം ഉണ്ടാകണം എന്ന് ബാബ പറയാം. വേറിട്ടത് എന്ന അനുഭവം ഉണ്ടാകണം. യഹ് ബോൽ രഹാ ഹെ ലേക്കിൻ ന്യാരാ പ്യാരാ ലഗ്താ ഹെ. അതായത് ബാബ പറയാ, ഇപ്പം ബ്രഹ്മബാബ സംസാരിക്കുന്നുണ്ട്, പക്ഷേ ബാബ പറയാ വേറിട്ടും സ്നേഹിയുമായിരിക്കും. ഇത്രയും സ്നേഹമാണ് അതിൽ നിന്ന് ഫീൽ ചെയ്യുന്നത്. ആത്മീക പ്യാർ, ആത്മീയ സ്നേഹം അവിടെ ഫീൽ ചെയ്യുമായിരുന്നു. ऐसे फरिश्तेपन की अनुभूति स्वयं भी करे और औरों को भी कराए. അപ്പോൾ ബാബ പറയാണ്, ഇങ്ങനെയുള്ള ഫരിസ്ത സ്ഥിതി, ഫരിസ്തയുടെ ആ അനുഭൂതി ഉണ്ടല്ലോ, സ്വയവും നമ്മൾ ചെയ്യണം, മറ്റുള്ളവർക്കും ചെയ്യിപ്പിക്കണം. ക്യോംകി ബിനാ ഫരിസ്ത ബനെ ദേവത നഹി ബൻ സക്തേ. അല്ലേ, അതായത് ബാബ പറയാ, ബിനാ ഫരിസ്ത ബനെ ദേവത നഹി ബൻ സക്തേ ഹെ. ഫരിസ്തയാവാതെ ഒരിക്കലും ദേവതയാകാൻ സാധിക്കില്ല. ഫരിസ്താസോ ദേവത ഹെ, ഫരിസ്തയിൽ നിന്ന് ദേവത, അങ്ങനെയാണ്. तो नंबर 1 ब्रह्मा की आत्मा ने प्रत्यक्ष साकार रूप में भी फरिश्ता जीवन का अनुभव कराया
ഓർ ഫരിസ്ത സ്വരൂപ് ബൻ ഗയ. അപ്പോൾ ബാബ പറയാണ്, നമ്പർ 1 ആയ ബ്രഹ്മ ബാബയുടെ ആത്മാവ് പ്രത്യക്ഷ സാകാര രൂപത്തിൽ ഫരിസ്ത ജീവിതത്തിൻ്റെ അനുഭവം ചെയ്യിപ്പിച്ചു. ബ്രഹ്മബാബ അങ്ങനെയായിരുന്നു. ലാസ്റ്റായപ്പോൾ ഫുള്ള് ഫരിസ്ത സ്ഥിതിയായിരുന്നല്ലോ. എന്നിട്ടോ ഫരിസ്ത സ്വരൂപമായിട്ട് ബ്രഹ്മബാബ മാറി. ബ്രഹ്മബാബയെ കാണുമ്പോഴൊക്കെ അങ്ങനെയാണ് തോന്നുന്നുണ്ടായിരുന്നേ. ഉസി ഫരിസ്തെ രൂപ് കെ സാത്ത് ആപ്പ് സബി കോ ബി ഫരിസ്ത ബൻ പരന്ധാമെ ചലന ഹെ. അപ്പോൾ ബാബ പറയാണ്, ഈ ഫരിസ്ത രൂപത്തോടൊപ്പം നമുക്കും ഫരിസ്തയായി മാറി പരന്ധാമിലേക്ക് പോകണം. तो इसके लिए मन की ഏകാഗ്രത पर അറ്റൻഷൻ ദോ. അപ്പോൾ അതിനുവേണ്ടി ബാബ പറയാണ്, മനസ്സിൻ്റെ ഏകാഗ്രതയുടെ മേലെ അറ്റൻഷൻ കൊടുക്കും. ഓർഡർ സെ മൻ കോ ചലാവും. ഓർഡറിലൂടെ മനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകൂ. കർണ ഹെ തോ മൻ ദ്വാര കരം ഹോ, നഹി കർണ ഹെ ഓർ മൻ കഹേ കറോ, യഹ് മാലിക് പൻ കെ നഹി ഹെ. അപ്പോൾ ബാബ പറയാം, ചെയ്യണമെങ്കിൽ മനസ്സിലൂടെ കർമ്മം ചെയ്യാം. ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം ചെയ്യണം. ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്ത കാര്യം മനസ്സുകൊണ്ട് ചെയ്യാൻ, അത് അധികാരിയല്ല. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ പാടും. ആഗ്രഹിക്കുന്നത് ചെയ്യാൻ, ആഗ്രഹിക്കാത്തത് ചെയ്യാതിരിക്കുക. അപ്പോഴേ അധികാരിയാവുള്ളൂ പറയാൻ. അഭി കൈ ബच्चे कहते हैं चाहते नहीं है लेकिन हो गया, सोचते नहीं है लेकिन हो गया. അല്ലേ? അതാണ് കർണ നഹി ചാഹിയെ ലേക്കിൻ ഹോ ജാത്താ ഹെ. അപ്പോൾ ബാബ പറയാണ്, ചില കുട്ടികൾ പറയുന്നു, ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ സംഭവിച്ചു പോയി. ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ ചിന്തിക്കണമെന്ന് വിചാരിച്ചില്ല പക്ഷെ ചിന്ത വന്നു പോയി. ചെയ്യണമെന്ന് വിചാരിച്ചതല്ല പക്ഷെ ചെയ്തു പോയി. സാഹചര്യം അങ്ങനെയായിപ്പോയി. യഹ മൻ കെ വശീഭൂത അവസ്ഥ. ഇത് മനസ്സിന് വശീഭൂതരായിട്ടിരിക്കുന്നവരുടെ അവസ്ഥയാണെന്ന് പറയാം. तो ऐसी അവസ്ഥ अच्छी तो नहीं लगती है ना. ബാബ ചോദിക്കുകയാണ്, ഇങ്ങനൊരു അവസ്ഥ വരികയാണെങ്കിൽ അത് നല്ലതായിട്ട് തോന്നുന്നില്ലല്ലോ എന്ന് ബാബ ചോദിക്കുകയാണ്. ഫോളോ ബ്രഹ്മബാബ്. അപ്പോൾ ബാബ പറയാം, നിങ്ങൾ ബ്രഹ്മബാബയെ ഫോളോ ചെയ്യൂ. ബ്രഹ്മബാബ് കോ ദേഖാ സാമനെ ഖഡേ ഹോത്തെ ബി ക്യാ അനുഭവ ഹോത്താ താ. ബ്രഹ്മബാബയെ നോക്കി, അല്ലേ, മുന്നിൽ നിൽക്കുമ്പോഴും എന്തനുഭവമാണ് ഉണ്ടായിരുന്നത്? ഫരിസ്ത കട ഹേ, ഫരിസ്ത ദൃഷ്ടി ദേ രഹാ ഹെ. ബ്രഹ്മബാബയെ കാണുമ്പോഴേ ഫരിസ്ത നിൽക്കുന്നതായിട്ട് തോന്നും. ബ്രഹ്മബാബയുടെ ലാസ്റ്റ് സമയങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. ഫുള്ളായിട്ട് ഫരിസ്തയായിട്ട് കാണും. ഫരിസ്തയിൽ നിന്ന് ദൃഷ്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഫരിസ്ത ദൃഷ്ടി തന്നുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ തോന്നുമായിരുന്നു. तो मन की ഏകാഗ്രത की ശക്തി സഹജ് ഫരിസ്ത ബനാദേങ്കി. അപ്പോൾ മനസ്സിൻ്റെ ഏകാഗ്രതയുടെ ശക്തി സഹജമായി ഫരിസ്തയാക്കി മാറ്റും. ബ്രഹ്മ ബാപ്പി ബച്ചോംകു യഹി कहते हैं സമാൻ ബനോ. ബ്രഹ്മബാബയും കുട്ടികളോട് പറയുന്നത് ഇതാണ്, സമാനമായി മാറൂ. ശിവബാബ് कहते हैं നിരാകാരി ബനോ, ബ്രഹ്മബാബ് कहते हैं ഫരിസ്ത ബനോ. ശിവബാബ പറയുന്നത് എന്താ അറിയോ? നിരാകാരിയായി മാറൂ. ബ്രഹ്മബാബ പറയുന്നത് എന്താ? ഫരിസ്തയായി മാറൂ. തോ ക്യാ സംജാ. അപ്പോൾ ബാബ ചോദിക്കുക, എന്താ മനസ്സിലായത്? റിസൾട്ട് മേ ക്യാ ദേഖാ. റിസൾട്ടിൽ എന്താ കണ്ടത് ബാബ? മൻ കി ഏകാഗ്രത കം ഹെ. ബാബ കണ്ടത് മനസ്സിൻ്റെ ഏകാഗ്രത കുറവായിട്ടാണ് കണ്ടത്. ബീച്ച് ബീച്ചുമേ ചക്ര ബൂത്ത് ലഗ്താ ഹെ, മൻ ഭടക്താ ഹെ. അപ്പോൾ ബാബ നോക്കുമ്പോൾ ഇടയിൽ കുട്ടികൾ ഒരുപാട് ചക്രം കറങ്ങാണ്, മനസ്സിങ്ങനെ അലയുകയാണെന്ന് പറയാം. ജഹാം ജാന നഹി ചാഹിയെ വഹാം ജാത്താ ഹെ തോ ഉസ്കു ക്യാ കഹേങ്കെ. അതായത് മനസ്സ് പോകാൻ ആഗ്രഹിക്കാത്തവിടേക്കൊക്കെ മനസ്സ് പോവുക. അപ്പോൾ ബാബ പറയാം, അതിനെന്താ പറയുക? ഭടക്കന കഹേങ്കന, അലയാന്നല്ലേ പറയാ. तो ഏകാഗ്രത की ശക്തി को बढ़ाओ. അപ്പോൾ ബാബ പറയാണ്, ഏകാഗ്രതയുടെ ശക്തിയെ വർദ്ധിപ്പിക്കും. മാലിക് ബൻ കെ സ്റ്റേജ് കി സീറ്റ് പർ സെറ്റ് രഹോ. അധികാരി അവകാശി എന്ന സ്റ്റേജിൻ്റെ സീറ്റിൽ സെറ്റായിട്ടിരിക്കും. എപ്പോൾ ജബ് സെറ്റ് ഹോത്താ ഹെ തോ അപ്സെറ്റ് നഹി ഹോത്തേ. ബാബ പറയാ, എപ്പോഴാണോ സെറ്റാകുന്നത് അപ്പോൾ അപ്സെറ്റ് ആവില്ല. അപ്പോൾ അപ്സെറ്റ് ആവാതിരിക്കാൻ എപ്പോഴും ഒരു സീറ്റിൽ സെറ്റായിട്ടിരിക്കുക. സെറ്റ് നഹി തോ
സെറ്റ് നഹി ഹെ തോ അപ്സെറ്റ് ഹോത്തെ, സെറ്റായിട്ടില്ലെങ്കിൽ അപ്സെറ്റ് ആവും. തോ ഭിന്ന ഭിന്ന ശ്രേഷ്ഠ സ്ഥിതിയോം കി സീറ്റ് പർ സെറ്റ് രഹോ, അപ്പോൾ വ്യത്യസ്തമായ ശ്രേഷ്ഠ സ്ഥിതികളുടെ സീറ്റിൽ സെറ്റായിരിക്കും. ഇസ്കോ കഹത്തെ ഹെ ഏകാഗ്രതാക്കി ശക്തി, ഇതിനെയാണ് പറയുന്നത് ഏകാഗ്രതയുടെ ശക്തി. ടീക്ക് ഹെ, ശരിയാണോ എന്ന് ബാബ ചോദിക്കാൻ. ബ്രഹ്മ ബാബ് സെ പ്യാർ ഹേ ന, ബ്രഹ്മബാബയോട് നിങ്ങൾക്ക് സ്നേഹമില്ലേ? കിത്ന പ്യാർ ഹേ, എത്ര സ്നേഹമുണ്ട് എന്ന് ബാബ ചോദിക്കാൻ. കിത്ന ഹേ, ബഹുത് പ്യാർ ഹേ, എത്ര സ്നേഹമുണ്ട്, എത്രയുണ്ട്, വളരെ സ്നേഹമുണ്ടോ എന്ന് ബാബ ചോദിക്കാൻ. തോ പ്യാർ കാ റെസ്പോണ്ട് ബാബ്കോ ക്യാ ദിയാ ഹെ, അപ്പോൾ ബാബ ചോദിക്കുക സ്നേഹത്തിൻ്റെ അല്ലേ റിട്ടേൺ ബാബയ്ക്ക് എന്താ കൊടുത്തതെന്ന് ബാബ ചോദിക്കാം. സ്നേഹം ഉണ്ടെങ്കിൽ അതിൻ്റെ റിട്ടേൺ കൊടുക്കണ്ടേ? എന്താ കൊടുത്തേ? ബാപ് കാ ബി പ്യാർ ഹേ തബ് തോ ആപ് കാ ബി പ്യാർ ഹേ ന, ബാബയ്ക്ക് നമ്മളോട് സ്നേഹമുണ്ട്, അപ്പോൾ നമുക്കും ബാബയോട് സ്നേഹമുണ്ട്. തോ റിട്ടേൺ ക്യാ ദിയാ, അപ്പോൾ ആ സ്നേഹത്തിൻ്റെ റിട്ടേൺ എന്താ കൊടുത്തേ? സമാൻ ബന്ന, യഹി റിട്ടേൺ, ബാബയ്ക്ക് സമാനമായിട്ട് മാറുക, ഇതാണ് റിട്ടേൺ കൊടുക്കുക എന്ന് പറയുന്നത്. അച്ഛാ ഡബിൾ വിദേശി ബി ആയേ ഹേ, അച്ഛാ ഹേ, ഡബിൾ വിദേശികളും വന്നിട്ടുണ്ട്, വളരെ നല്ലതെന്ന് ബാബ പറയാൻ. ഡബിൾ വിദേശിയും സേ ബി മധുബൻ കാ ശൃംഗാര ഹോ ജാത്ത ഹെ, ഡബിൾ വിദേശികൾ വരുമ്പോഴേ ഡബിൾ വിദേശികളിലൂടെ മധുബനും ഒരു അലങ്കാരമാണ്, അതാ ബാബ പറയുന്നത് അല്ലേ. കാരണം ഇൻ്റർനാഷണൽ ഹോ ജാത്ത ഹെ, ഇൻ്റർനാഷണൽ ആണല്ലോ, 148 രാജ്യങ്ങളിൽ നിന്നുള്ള ബാബയുടെ മക്കൾ വരിക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ് അല്ലേ. ഫോറിനേഴ്സ് ഒത്തിരി പേരുണ്ടാവും, അപ്പം അതൊരു അലങ്കാരമാണ്. देखो मधुबन में वर्गीकरण की सेवा होती है, उससे आवाज़ चारों ओर फैलता है. അതായത് മധുബനിൽ 20 വിങ്സ് ഉണ്ട് നമുക്ക്. സോഷ്യൽ വിങ്, മീഡിയ വിങ്, മെഡിക്കൽ വിങ്, ജുറിസ്റ്റ് വിങ്, അങ്ങനെ 20 വിങ്ങുണ്ട്. അപ്പോൾ ആ 20 വിങ്ങിൻ്റെ സേവനങ്ങളെല്ലാം മധുബനിൽ നടക്കും. ഓരോ മാസവും 1, 2, 3 പ്രോഗ്രാമൊക്കെ ഉണ്ടാവും. ഈ 20 വിങ്ങിന് യൂത്ത് വിങ്, വിമൺ വിങ്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ബാബ പറയാണ് അങ്ങനെയുള്ള സേവനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉസ്സേ ആവാസ് ചാരോമൂർ ഫൈൽത്ത, ഈ വിങ്സിലൂടെ നടക്കുന്ന സേവനത്തിലൂടെയും ശബ്ദം 4 ഭാഗത്തേക്കും പരക്കുന്നു. आप देखेंगे जब से यह वर्गीकरण की सेवा शुरू की है तो IP क्वालिटी में आवाज़ ज़्यादा फैला है. അതായത് നമ്മൾ ഈ വിങ്സിൻ്റെ സേവനം തുടങ്ങിയല്ലോ, അതിന് ശേഷം ബാബ പറയാം വിങ്സിൻ്റെ സേവനം തുടങ്ങിയപ്പോൾ ഒരുപാട് IP ക്വാളിറ്റിയിൽ IP ക്വാളിറ്റിയിൽ ശബ്ദം കൂടുതൽ പരന്നിട്ടുണ്ട് അല്ലേ. അതായത് വിശേഷപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, അതായത് വളരെ വലിയ വലിയ പദവിയിലൊക്കെ ഇരിക്കുന്നവർ, അവരാണ് IP എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ സേവനം, ഇപ്പം മീഡിയ സേവനം എന്ന് വിചാരിക്കുക. മീഡിയ സേവനം എന്ന് പറയുമ്പോൾ ഓരോരോ ചാനലിൻ്റെ ആൾക്കാർ അല്ലേ. മെഡിക്കൽ സേവനം എന്ന് പറയുമ്പോൾ ഡോക്ടർമാർ, നഴ്സുമാർ, അതിൻ്റെയൊക്കെ മുകളിലുള്ളവർ അല്ലേ. അങ്ങനെ മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർ. സോഷ്യൽ വിങ് എന്ന് പറയുമ്പോൾ എന്താണ്? സോഷ്യൽ സർവീസ് ചെയ്യുന്നവർ അല്ലേ, അതിൽ തന്നെ വലിയ വലിയ ആൾക്കാർ, അങ്ങനെ കുറേ സംഭവങ്ങൾ. അപ്പോൾ ബാബ പറയാ അപ്പോൾ അവിടെ VIP की तो बात छोड़ो, उनको तो फुर्सत का हम है. നീ VVIP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വളരെ അല്ലേ പ്രധാനപ്പെട്ട ആൾക്കാർ, വലിയ വലിയ പൊസിഷനിലിരിക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ ബാബ പറയാം അവരുടെ കാര്യം വിടും, അവർക്ക് എവിടെയാ സമയമൊന്നും ബാബ ചോദിക്കാം. വലിയ വലിയ പദവിയിലിരിക്കുന്നവരൊക്കെ വരുമോ ബാബയുടെ അടുത്തേക്ക്? അവർക്ക് എവിടെയാ സമയമൊന്നും ബാബ ചോദിക്കാം. और बड़े बड़े प्रोग्राम किए हैं उससे भी आवाज़ तो फैलता है. വലിയ വലിയ പ്രോഗ്രാമൊക്കെ നടത്തിയിട്ടുണ്ട്, വലിയ വലിയ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ടേ പ്രോഗ്രാമൊക്കെ നടത്തുമല്ലോ. അപ്പോൾ ഒരുപാട് പേര് മനസ്സിലാക്കുകയൊക്കെ ചെയ്യും, ശബ്ദമൊക്കെ പരക്കുമെന്ന് ബാബ പറയാം. അബി ദില്ലി ഓർ കൽക്കത്ത കർ രഹേ ഹേ ന, ഡൽഹിയിലും കൽക്കത്തയിലൊക്കെ ആ സമയത്ത് ഓരോ വലിയ വലിയ പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അച്ഛേ പ്ലാൻ ബനാ രഹേ ഹേ, അതേപോലെ നല്ല നല്ല പ്ലാനുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ബാബ പറയാം. ബാപ് ദാദാ കെ പാസ് സമാചാർ പഹുഞ്ചത്താ രഹത്താ ഹെ, ബാപ് ദാദയുടെ അടുത്ത് വാർത്തകളൊക്കെ എത്തുന്നുണ്ട് എന്ന് ബാബ പറയാം.
ദില്ലി കാ ആവാസ് ഫോറിൻ തക്ക് പहुंचना चाहिए. ഡൽഹിയിൽ എന്താണ് വാർത്തകൾ ഫോറിൻ വരെ എത്തണമെന്ന് ബാബ പറയാം. ഫോറിനിലും നമുക്ക് സേവനം ചെയ്യണമല്ലോ. ഫോറിൻ വരെ എത്തുന്നുണ്ട്. മീഡിയ വാലെ ക്യാ കർത്തേ ഹേ? ബാബ ചോദിക്കുക, മീഡിയയിലുള്ളവർ എന്താ ചെയ്യുന്നേ? സിറഫ് ഭാരത് തക്ക്. മീഡിയ എന്ന് പറഞ്ഞാൽ അല്ലേ, മീഡിയ, ടി വി വാർത്ത അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർ എവിടം വരെ ചെയ്യും? ഭാരതം മാത്രമേ ചെയ്യുള്ളൂ എന്ന് ബാബ ചോദിക്കാൻ. ഫോറിൻ സെ ആവാസ് ആയി കി ദില്ലി മേ ये പ്രോഗ്രാം हुआ, കൽക്കത്ത മേ ये പ്രോഗ്രാം हुआ. അതായത് ബാബ പറയാണ്, ഫോറിനിൽ നിന്ന് എല്ലാവരും ഫോറിനിലിരുന്നിട്ട് ഓരോരുത്തർ പറയണം എന്ത്, ഡൽഹിയിൽ ഇങ്ങനൊരു പ്രോഗ്രാം ഉണ്ടായി, കൽക്കത്തയിൽ ഇങ്ങനെയൊരു പ്രോഗ്രാം ഉണ്ടായി എന്ന് ആര് പറയണം? വിദേശങ്ങളിലുള്ളവർ പറയണമെന്ന് ബാബ പറയാം. എന്നിട്ട് ബാബ പറയാം, യഹ് വഹാം കാ ആവാസ് ഇന്ത്യ മേ ആവേ. അപ്പോൾ ഇവിടുത്തെ ശബ്ദം, ഡൽഹി കൽക്കത്തയിലൊക്കെ നടക്കുന്ന പ്രോഗ്രാംസിൻ്റെ ആ ഒരു വാർത്ത എവിടെ വരണം? ഫോറിൻ രാജ്യങ്ങളിൽ വരണം എന്ന് ബാബ പറയാം. അതാണ് യഹ് വഹാം കാ ആവാസ് ഇന്ത്യ മേ ആവേ. അതേപോലെ ഫോറിൻ രാജ്യങ്ങളിൽ നടക്കുന്നത് ഇന്ത്യയിൽ വരണം. അല്ലേ, യൂറോപ്പിൽ ഇങ്ങനെ നടക്കുന്നു, അല്ലെങ്കിൽ ജർമ്മനിയിൽ ഇങ്ങനെ നടക്കുന്നു, അങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ ആ വാർത്ത വരണമെന്ന് ബാബ പറയാം. ഇന്ത്യക്ക് കുംഭകർണത്തോ വിദേശ ജാഗനെ ഹേന. ബാബ പറയാണ്, ഇന്ത്യയിൽ ഒരുപാട് കുംഭകർണന്മാരുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ കുംഭകർണന്മാരെ എന്ത് ചെയ്യണം? വിദേശത്ത് നിന്ന് ഉണർത്തണം എന്ന് പറയാം. വിദേശ ഖബർ കാ മഹത്വം. അപ്പം വിദേശത്തിൻ്റെ കാര്യം വിദേശത്തിന് വളരെ മഹത്വമുണ്ട് എന്ന് ബാബ പറയാം. കാരണം ഇപ്പം എല്ലാവരും ഭാരതീയർ വിദേശികളെയാണല്ലോ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു വേറൊരു തരത്തിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെയാണ് ബാബ പറയുന്നത്. प्रोग्राम भारत में हो और समाचार विदेश के अखबारों से पहुँचे तब फैलेगा. പ്രോഗ്രാം ഭാരതത്തിലാണ് നടക്കുന്നത്, പക്ഷേ അതിൻ്റെ വാർത്തകൾ വിദേശ പത്രങ്ങളിൽ വരണം, വിദേശത്തിലെ ന്യൂസ് പേപ്പറുകളിൽ വരണം. ഭാരതത്തിൽ നടക്കുന്ന സേവനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ. ഭാരത് കാ ആവാസ് വിദേശ് മേ പഹുഞ്ചേ और വിദേശ് കാ ആവാസ് ഭാരത് മേ പഹുഞ്ചേ ഉസ്കാ പ്രഭാവ് ഹോത്താ ഹൈ. അതായത് ഭാരതത്തിൻ്റെ ശബ്ദം, ഭാരതത്തിലെ കാര്യങ്ങൾ വിദേശത്തിലെത്തണം, വിദേശത്തിലെ കാര്യങ്ങൾ ഭാരതത്തിലും എത്തണം. അതാ ബാബ പറയുന്നത്. അപ്പം അതിന് പ്രഭാവം ഉണ്ടാകുമെന്ന് ബാബ പറയാം. അച്ഛാ ഹേ പ്രോഗ്രാം ജോ ബനാ രഹേ ഹേ അച്ഛേ ബനാ രഹേ. അപ്പോൾ ബാബ പറയാൻ, നല്ലത് ആരാണോ പ്രോഗ്രാമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അവർ വളരെ നന്നായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബാബ്ദാദ ദില്ലി വാലോം കോ ബി മൊഹബത്ത് കെ മെഹനത്ത് കി മുബാരക് ദേത്തെ. ബാബ ഡൽഹിയിലുള്ള കുട്ടികൾക്ക് ആ സ്നേഹത്തോടെയുള്ള പരിശ്രമം ഉണ്ടല്ലോ, അവർക്ക് ബാബയോടുള്ള സ്നേഹം കൊണ്ട് അവർ വളരെയധികം പരിശ്രമിക്കുന്നു സേവനത്തിന് വേണ്ടിയിട്ട്. അതിൻ്റെ ആശംസ ബാബ തരാം. കൽക്കത്ത വാലോം കോ ബി ഇൻ അഡ്വാൻസ് മുബാരക്. കൽക്കത്തയിലുള്ളവർക്കും അഡ്വാൻസ് ആശംസ തരികയാണ്. ക്യോംകി സഹयोग സ്നേഹ और हिम्मत जब तीनों बातें मिल जाती है तो आवाज़ बुलंद हो जाता है. അപ്പോൾ ബാബ പറയാണ്, സഹയോഗം, സ്നേഹം, ധൈര്യം, ഈ 3 കാര്യങ്ങളും കിട്ടുന്നു എന്ന് ബാബ പറയാം. സ്നേഹം, ധൈര്യം, സഹയോഗം, ഇത് 3 കാര്യങ്ങളും കിട്ടുമ്പോൾ ആ ശബ്ദം ഇങ്ങനെ മുഴങ്ങി വരുമെന്ന് ബാബ പറയാം. എന്നിട്ട് ബാബ പറയാം, ആവാസ് ഫൈലേക ക്യോം നെയ് ഫൈലേക. ബാബ പറയാം, ശബ്ദം ഇങ്ങനെ പരക്കും, എന്തുകൊണ്ട് പരക്കില്ല? അബി മീഡിയ വാലെ യഹ് കമാൽ കർണ. ഇപ്പം മീഡിയയിലുള്ളവർ ഈ അത്ഭുതം കാണിക്കണം. എന്താണ് അത്ഭുതം? സബീനെ ടി വി മേ ദേഖ യഹ് ടി വി മേ ആയ സിർഫ് യഹ് നഹി. അതായത് ബാബ പറയാണ്, എല്ലാവരും ടി വിയിൽ കണ്ടു, അല്ലെങ്കിൽ കേവലം ഇത് ടി വിയിൽ വന്നു, അങ്ങനെയല്ല എന്ന് ബാബ പറയാം. ഇവിടെ മാത്രമല്ല, എല്ലാവിടെയും ബഹുത്തോ ഭാരത് മേ ആ രഹാ ഹൈ അബി ഓർ വിദേശ് തക് പഹുഞ്ച്. ഇപ്പോൾ ഭാരതത്തിൽ ഇപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം നടന്നാലേ ടി വിയിൽ വന്നു എന്ന് പറയും ഭാരതത്തിൽ. എന്നാൽ ബാബ പറയാ, വിദേശത്തിലും എത്തണം. ഭാരതത്തിൽ നടന്ന പ്രോഗ്രാം വിദേശത്തിലെ ടി വിയിൽ വരണമെന്ന് ബാബ പറയാം, വിദേശ ചാനലുകളിൽ വരണമെന്ന് ബാബ പറയാം. अभी देखेंगे यह साल आवाज़ फैलाने की
फैलाने का कितना हिम्मत और जोर शोर से मनाते हो. അപ്പോൾ ബാബ പറയാം, നോക്കാം നമുക്ക് ഈ വർഷം ശബ്ദം പരക്കുന്നതിൻ്റെ എത്ര ധൈര്യം വളരെ ആർഭാടത്തോടെ വളരെ ലഹരിയോടെ ആഘോഷിക്കുന്നു, അത് നോക്കാമെന്ന് ബാബ പറയാൻ. ബാപ്ദാദാക്കോ സമാചാർ മിലാക്കി ഡബിൾ ഫോറിനേഴ്സ്ക്കോ ബോത്ത് ഉമംഗ് ഹെ. അപ്പോൾ ബാപ്ദാദയ്ക്ക് വാർത്തയൊക്കെ കിട്ടി. എന്താണ്? ഡബിൾ ഫോറിനേഴ്സിന് ഒരുപാട് ഉണർവും ഉത്സാഹമൊക്കെ ഉണ്ട്. ഹേന. അപ്പോൾ ബാബ ചോദിക്കുക, ഇല്ലേ ഫോറിനേഴ്സിന് ഇല്ലേ ഉണർവ് ഉത്സാഹമൊക്കെ? അച്ഛാ, ഉണ്ടെങ്കിൽ അത് വളരെ നല്ലത്. ഏകദോക്കോ ദേക്ക് ഓർ ഉമംഗ് ആത്താ ഹെ ജോ ഓട്ടെ വ ബ്രഹ്മസമാൻ. അതായത് പരസ്പരം നോക്കുമ്പോൾ എന്താണ് ഉണർവ് ഉത്സാഹമൊക്കെ വരുന്നുണ്ട് അല്ലേ? അർജുനനെ പോലെ എന്ന് പറയുമല്ലോ. അർജുനൻ ആരാണ്? നമ്പർ 1 അർജുനൻ ആരാണ്? ബ്രഹ്മബാബയാണ്. അതാ ബാബ പറയണേ. ബ്രഹ്മബാബ് സമാൻ. അച്ഛാ, ബ്രഹ്മബാബയ്ക്ക് സമാനമായിരിക്കണം, വളരെ നല്ലതാണ്. तो दादी को भी संकल्प आता है, बिजी करने का तरीका अच्छा आता है. അപ്പോൾ ദാദിക്കും സങ്കല്പമൊക്കെ വരുന്നുണ്ട്. അതായത് എല്ലാവരെയും ബിസി ആക്കാനുള്ള രീതി വളരെ നല്ലതാണ്. വെറുതെ ഇരിക്കുമ്പോഴാണല്ലോ എന്തെങ്കിലുമൊക്കെ അല്ലേ സമയം വേസ്റ്റ് ആവുന്നത്. അപ്പോൾ ഓരോ സേവനം എല്ലാവർക്കും കൊടുക്കുമ്പോൾ എന്താവും? ബിസി ആവുമല്ലോ. അത് നല്ലതാണ്. സേവനത്തിൽ ബിസി ആയിരിക്കുന്നത് വളരെ നല്ലതാണ്. അച്ഛാ ഹേ നിമിത്ത ഹേന അല്ലേ? നല്ലതാണ് എപ്പോഴും സേവനത്തിൽ ബിസി ആയിട്ടിരിക്കുന്നത്. കാരണം നിമിത്തമാണല്ലോ ദാദിമാരൊക്കെ. അച്ഛാ അബി സബി ഉടുത്തി കല വാലേ ഹോ. ബാബ ചോദിക്കുക, എല്ലാവരും പറക്കുന്ന കലയിലുള്ളവരാണോ? ഉടുത്തി കല ഫാസ്റ്റ് കല. പറക്കുന്ന കല എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ടുള്ള കലയാണ്. ചലത്തി കല യഹ് ഫാസ്റ്റ് കല നഹി. പറക്കുന്ന കല വളരെ എന്താണ്? ഫാസ്റ്റായിട്ടുള്ള കലയാണ്. എന്നാൽ നടക്കുന്ന കല അല്ലേ, ഓടുന്ന കല, ഇതത്ര ഫാസ്റ്റല്ല. പറക്കുന്നതിനോളം വലിയ എന്ന് പറയാണ്. ഉടുത്തി കല ഫാസ്റ്റ് ബി ഹെ ഓർ ഫസ്റ്റ് ലാനെ വാലേ ബി ഹെ. ഈ പറക്കുന്ന കല എന്ന് പറഞ്ഞാൽ എന്താ? വളരെ സ്പീഡും ഉണ്ടാകും, ഫസ്റ്റ് നേടാനും പറ്റുമെന്ന് ബാബ പറയാം. അച്ഛാ മാതായെ ക്യാ കരേങ്കെ. ബാബ ചോദിക്കുക, അമ്മമാരെ എന്ത് ചെയ്യും നിങ്ങൾ? മാതായെ അപ്പനെ ഹംജിൻസ്കോ ജഗാവും. അപ്പോൾ ബാബ പറയാം, അമ്മമാരെ പോലെയുള്ളവരെ തയ്യാറാക്കുക. തനിക്ക് സമാനമായവർ, അതായത് തൻ്റെ പ്രായത്തിലുള്ള അമ്മമാരെ റെഡിയാക്കണം. ഓരോരുത്തരും അവരവരുടെ പ്രായത്തിലുള്ളവരെ റെഡിയാക്കാൻ പറയുകയാണ് ബാബ. കംസേ കം മാതായെ കൊയ് ഉൽഹന ദേനെ വാലി നഹി രഹ് ജായ്. അതായത് ചുരുങ്ങിയത് ബാബ പറയാം, അമ്മമാരിങ്ങനെ എപ്പോഴും അല്ലെ പരാതി പറയുന്നവരായിട്ടൊന്നും മാറരുത് എന്ന് ബാബ പറയാം. അങ്ങനെ ഇരിക്കരുത് അവിടെ. മാതാവുംക്ക് സംഖ്യ സദാ ജാതാ ഹോത്തേ. അമ്മമാരുടെ എണ്ണം എപ്പോഴും കൂടിക്കൊണ്ടിരിക്കും. ബാപ്ദാദാക്ക് ഖുഷി ഹോത്തി ഹേ. ബാപ്ദാദയ്ക്കും അമ്മമാരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമൊക്കെയാണ്. ഓർ ഇസ് ഗ്രൂപ്പ് മേ സബീക്ക സംഖ്യ അച്ചി ആയി. അപ്പോൾ ബാബ പറയാണ്, ഈ ഗ്രൂപ്പിൽ എല്ലാവരുടെയും സംഖ്യ വളരെ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. കുമാരവും ക സംഖ്യ ബി അച്ചിയായി. കുമാരന്മാരുടെ സംഖ്യയും വളരെ നല്ലതാണ്. ദേഖോ കുമാർ അപ്പനെ ഹംജിൻസ്കോ ബജഗാവും. അപ്പോൾ ബാബ പറയാം, കുമാരന്മാരെ നിങ്ങൾക്ക് സമാനമായവരെ ഉണർത്ത് അല്ല. അപ്പം അമ്മമാരെ പോലെയുള്ളവരെ ഉണ്ടാക്കുക, കുമാരന്മാരെ പോലെയുള്ളവരെ ഉണ്ടാക്കൂ എന്ന് പറയാം. അച്ഛാ ഹെ, നല്ല കാര്യമാണത്. കുമാർ യഹ് കമാൽ ദിഖാവേക്ക് സ്വപ്ന മാത്ര പവിത്രതാമേ പരിപക്ക. കുമാരന്മാർ ഈ ഒരു അത്ഭുതം കാണിക്കണം. എന്താ അത്ഭുതം? സ്വപ്നത്തിൽ പോലും പവിത്രതയിൽ പരിപക്വമായിരിക്കും. സ്വപ്നത്തിൽ പോലും പവിത്രതയിൽ ഇത്രയും ഉറപ്പുള്ളവരായിരിക്കണം. ബാപ്ദാദ വിശ്വമേ ചലഞ്ച് കർക്കെ ബത്തായേക്ക് ബ്രഹ്മ കുമാർ യൂത്ത് കുമാർ ഡബിൾ കുമാർ ഹേന. അപ്പോൾ ബാബ പറയാണ്, ബാപ്ദാദ വിശ്വത്തിൽ ചലഞ്ച് ചെയ്ത് പറയണം. ബാപ്ദാദയ്ക്ക് വിശ്വത്തിൽ ചലഞ്ച് ചെയ്ത് പറയണം. എന്ത്? ബ്രഹ്മകുമാർ എന്ന് പറഞ്ഞാൽ യൂത്ത് കുമാർ. ഡബിൾ കുമാരനല്ലേ എന്ന് ബാബ ചോദിക്കാം. ഒന്ന് ബ്രഹ്മകുമാരൻ, പിന്നെ ശരിക്കും കുമാരൻ, അതായത് ബാച്ചിലർ ലൈഫിലിരിക്കുന്നവർ. ബ്രഹ്മകുമാർ ബി ഹോ ഓർ ശരീർ മേ ബി കുമാർ ഹോ. ബ്രഹ്മകുമാരനാണ്, പിന്നെ ശരീരം കൊണ്ട് കുമാരനാണ്. तो पवित्रता की परिभाषा प्रैक्टिकल में हो.
പവിത്രതയുടെ പരിഭാഷ പ്രത്യക്ഷത്തിലുണ്ടാകണമെന്ന് ബാബ പറയാം. തോ ഓർഡർ കരെ, ആപ്കോ ചെക്ക് കരെ പവിത്രത കെ ലിയെ. അപ്പോൾ ബാബ പറയണ ഓർഡർ ചെയ്യണം, നമ്മൾ ചെക്ക് ചെയ്യണം. എന്തിനു വേണ്ടി? നമ്മുടെ പവിത്രതയ്ക്ക് വേണ്ടി എന്ന് ബാബ പറയാം. എന്നിട്ട് ബാബ ചോദിക്കുക, കരെ ഓർഡർ ചെയ്യൂ. ഇസ്മേ ഹാത്ത് നെഹി ഉഠാ രഹേ, ഇതിൽ കൈയൊന്നും കുട്ടികൾ പൊക്കുന്നില്ലെന്ന് പറയാം. മെഷീനെ ഹോത്തെ ഹേ ചെക്ക് കർണേക്ക്. ബാബ പറയാം, മക്കളെ ഇതൊക്കെ അറിയാൻ വേണ്ടി മെഷീനുകളെല്ലാം ഉണ്ടെന്ന് അറിയാം. സ്വപ്നത്തേക്ക് ബി അപവിത്രത ഹിമ്മത്ത് നെഹിരക്ക്. അതായത് സ്വപ്നത്തിൽ പോലും അപവിത്രത പാടില്ല, അപവിത്രതയുടെ ധൈര്യം വെക്കരുത് എന്ന് ബാബ പറയാം. കുമാരിയും കൊബി ഐസാ ബന്ന ഹെ, കുമാരിമാർക്കും ഇങ്ങനെയായിട്ട് മാറണം. കുമാരി അർത്ഥാത് പൂജ്യ പവിത്ര കുമാരി. കുമാരി അർത്ഥം എന്താ? പൂജ്യ പവിത്ര കുമാരിയാണ് അല്ലേ? കുമാരി അർത്ഥാത് പൂജ്യ പവിത്ര കുമാരി. കുമാർ ഓർ കുമാരിയാം യഹ ബാप दादा को प्रोमिस करे कि हम सभी इतने पवित्र है जो स्वप्न में भी संकल्प नहीं आ सकता. അപ്പോൾ ബാബ പറയാണ്, കുമാരന്മാരും കുമാരിമാരും ബാബ്ദാദയോട് ഈ പ്രോമിസ് ചെയ്യണമെന്ന് പറയാം. ഏത് പ്രോമിസ് ചെയ്യണം? കുമാരന്മാരും കുമാരിമാരും സ്വപ്നത്തിൽ പോലും അല്ലേ സങ്കല്പം വരില്ല, അപവിത്രതയുടെ സങ്കല്പം വരില്ല. സ്വപ്നത്തിൽ പോലും അപവിത്രതയുടെ സങ്കല്പം വരില്ല എന്ന് ബാബയ്ക്ക് പ്രോമിസ് ചെയ്ത് കൊടുക്കാൻ പറയുകയാണ്. എന്നിട്ട് ബാബ പറയാ, തബ് കുമാർ ഓർ കുമാരിയോംക്ക് പവിത്രത സെർമണി മനായെങ്കിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുമാരന്മാരുടെ പവിത്രതയുടെ സെറിമണി ആഘോഷിക്കാമെന്ന് പറയാം. അബി തോടാ ഹേ ബാപ് ദാദാക്കോ പത്താ ഹേ. അപ്പോൾ ബാബ പറയുകയാണേ, ഇപ്പം കുറച്ചൊക്കെ ഉണ്ട്, ബാപ് ദാദയ്ക്കൊക്കെ അറിയാം എന്ന് ബാബ പറയാം. അതായത് അപവിത്ര സങ്കല്പങ്ങൾ വരുന്നുണ്ട് എന്ന് പറയാം. അപവിത്രതാക്കി അവിദ്യാഹോ ക്യോംകി നയാ ജനം ലിയാന. കാരണം അപവിത്രതയിൽ അവിദ്യരായിരിക്കണം. കാരണം എന്തുകൊണ്ടറിയോ? പുതിയ ജന്മം എടുത്തില്ലേ നമ്മൾ എന്ന് ബാബ പറയാം. അപവിത്രത ആപ്കെ പാസ്റ്റ് ജനം കി ബാത്ത് ഹെ. അപ്പോൾ എന്താണ് അപവിത്രതയിൽ അവിദ്യരായിരിക്കണം. ക്യോംകി നയാ ജനം ലിയാന, പുതിയ ജന്മം എടുത്തില്ലേ എന്ന് ബാബ ചോദിക്കാം. അപവിത്രത ആപ്കെ പാസ്റ്റ് ജനം കി ബാത്ത് ഹെ. അപവിത്രത എന്ന് പറഞ്ഞാൽ നമ്മുടെ പാസ്റ്റ് ജന്മത്തിൻ്റെ കാര്യമാണ്. മർജീവ ജനം ഹി ബ്രഹ്മാമുഖസെ പവിത്ര ജനം ഹെ. ബാബ പറയണ മർജീവ ജന്മമാണ്. മർജീവ ജന്മം എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ജന്മമെടുക്കുമ്പോൾ തന്നെ ബ്രഹ്മാമുഖത്തിലൂടെ പവിത്ര ജന്മമാണ് കിട്ടുന്നത്. തോ പവിത്ര ജനം കി മര്യാദ ബഹുത് ആവശ്യക ഹെ. അപ്പോൾ ബാബ പറയാണ്, പവിത്ര ജന്മത്തിൻ്റെ മര്യാദ വളരെ ആവശ്യമാണ് എന്ന് ബാബ പറയാണ്. കുമാർ കുമാരിയോംക്കു യഹ് ജണ്ട ലഹരാന ചാഹിയെ. അപ്പോൾ കുമാരന്മാർക്കും കുമാരിമാർക്കും എന്ത് ചെയ്യണം? ഈ ഒരു കൊടി പാറിക്കണമെന്ന് പറയാം. പവിത്രതയുടെ കൊടി പാറിക്കണം. പവിത്ര ഹേ പവിത്ര സംസ്കാർ വിശ്വമേ ഫൈലായെങ്കിൽ. പവിത്രമാണെങ്കിൽ പവിത്ര സംസ്കാരം വിശ്വത്തിൽ പരത്തണം എന്ന് ബാബ പറയാം. യഹ് നാരാലകെ അല്ലേ? സുനാ കുമാരിയോംനെ ദേഖോ കുമാരിയം കിത്നി ഹേ അല്ലേ? അപ്പോൾ ബാബ പറയാണ്, ഇങ്ങനെ ആയിരിക്കണം കേട്ടോ കുമാരിമാരെ, പവിത്രതയുടെ സംസ്കാരം വിശ്വത്തിൽ പരത്തണമല്ലോ. നോക്കൂ കുമാരിമാർ എത്രയാ ഉള്ളത് എന്ന് ബാബ ചോദിക്കാൻ. നിറയെ കുമാരിമാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അബി ദേഖേങ്കെ കുമാരിയം യഹ ആവാസ് ഫൈലാത്തി ഹേ യാ കുമാർ. അപ്പോൾ ബാബ പറയാണ്, നിങ്ങൾ നോക്കണം, കുമാരിമാരാണോ ശബ്ദം പരത്തുക അതോ കുമാരന്മാരാണോ അത് നോക്കാമെന്ന് ബാബ പറയാം. ബ്രഹ്മ ബാബ്ക്ക് ഫോളോ കർ. ബ്രഹ്മ ബാബയെ നമ്മൾ ഫോളോ ചെയ്യും. അപവിത്രതാക്ക നാം നിശാൻ നെഹി. അപവിത്രതയുടെ പേരോ അടയാളമോ ഉണ്ടാവരുത്. ബ്രാഹ്മൺ ജീവൻ മാന യഹ. ബ്രാഹ്മണ ജീവിതം എന്ന് പറഞ്ഞാൽ അപവിത്രതയുടെ പേരോ അടയാളമോ ഉണ്ടാവരുത്. എന്നിട്ട് ബാബ പറയാം, മാതാവുമേ ബി മോഹ ഹെ തോ അപവിത്രത. അപ്പോൾ ബാബ പറയാ, അമ്മമാരിൽ കുറച്ച് മോഹമൊക്കെ ഉണ്ട് എന്ന് പറയാം അല്ലേ? മക്കളോട്, പേരക്കുട്ടികളോട്, ഹസ്ബൻഡിനോട് അല്ലേ? ബാബ പറയാം, അങ്ങനെ അമ്മമാർക്ക് കുറച്ച് മോഹമൊക്കെ ഉണ്ട്. അപ്പോൾ ബാബ പറയാം, മോഹമുണ്ടെങ്കിൽ അതും അപവിത്രതയാണ്. മാതായേം ബി ബ്രാഹ്മൺ ഹേന. അമ്മമാരും ബ്രാഹ്മണരല്ലേ എന്ന് ബാബ ചോദിക്കുകയാണ്. तो
तो न माताओं में, न कुमारियों में, न कुमारों में, न अदर കുമാർ കുമാരിയോ में. ബാബ പറയാണ് അമ്മമാർക്ക് മോഹം വരാൻ പാടില്ല, കുമാരിമാർക്ക് മോഹം വരാൻ പാടില്ല, കുമാരന്മാർക്ക് മോഹം വരാൻ പാടില്ല, അതർ കുമാരന്മാർക്ക്, അതായത് ഗൃഹസ്ഥത്തിലിരിക്കുന്നവർക്ക് മോഹം വരാൻ പാടില്ല എന്ന് ബാബ പറയാം. ബ്രാഹ്മൺ മാനാഹി ഹെ പവിത്രാത്മ. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ എന്താ? പവിത്രാത്മാവ്. അപവിത്രത അഗർ കോയി കാര്യ ഹോത്താ ബി ഹെ തോ യേ ബഡാ പാപ് ഹൈ. ബാബ പറയാണ് അപവിത്രതയുടെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതും വലിയ പാപമാണെന്ന് ബാബ പറയാം. ഇസ് പാപിക്ക് സജ ബഹുത് കടേ. ഈ പാപത്തിൻ്റെ ശിക്ഷ വളരെ കടുത്തതാണ്. ഐസെ നെഹി സംജന ഏതോ ചൊൽത്താ ഹേ. ബാബ പറയാം ഇത് ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കരുത്, ഇതൊക്കെ ഇപ്പം നടക്കുമല്ലോ, അങ്ങനെ വിചാരിക്കരുത്. അതാ ബാബ പറയണേ. തെറ്റുകളൊന്നും ചെയ്യരുത് എന്ന് പറയാം. തോടാ ബഹുത്ത് തോ ചലേഗാ ഹി, തോടാ ബഹുത്ത് തോ ചലേഗാ ഹി നെഹി, തോടാ ബഹുത്തോ ചലേഗാ ഹി പറയാം നെഹി. ഇപ്പം നമ്മൾ പറയാം ചെറിയ ചെറിയ തെറ്റുകളൊക്കെ മനുഷ്യനുണ്ടാവുമല്ലോ, ഒരിക്കലും ഇല്ല. ബാബ പറയാം അങ്ങനെ പാടില്ല. ചെറിയൊരു അപവിത്രത പോലും നമ്മളിൽ വരാൻ പാടില്ല. ഇപ്പോൾ ഒരു മോശ സങ്കല്പം വന്നാൽ അതും അപവിത്രതയാണ്, അതും വരാൻ പാടില്ല. ഏത് ഫസ്റ്റ് സബ്ജക്റ്റ് ഹെ, ഇതാണ് ഫസ്റ്റ് സബ്ജക്റ്റ്. അതാ ബാബ പറയണേ. നവീനത ഹി പവിത്രതാക്കി ഹെ. പുതുമ തന്നെ വരേണ്ടത് എന്താണ്? പവിത്രതയുടെയാണ്. ബ്രഹ്മ ബാപ്നെ അഗർ ഗാലിയാം ഖായി തോ പവിത്രതാക്കി ഖാര. ബ്രഹ്മബാബ ഒരുപാട് ഗ്ലാനികൾ കേട്ടുല്ലോ. എന്തുകൊണ്ടാണ്? പവിത്രത കാരണമാണ്. ഹോഗയ ഐസെ ചൂട്ടെങ്കിൽ സംഭവിച്ചു അല്ലേ, അതിൽ നിന്ന് മോചനമൊന്നുമില്ല. അൽബേലെ നെഹി ബനോ ഇസ്മേ. അപ്പോൾ ഇതിൽ പവിത്രമായിരിക്കുന്ന കാര്യത്തിൽ അലസന്മാരായിട്ടിരിക്കരുത്. കൊയ് ബി ബ്രാഹ്മൺ ചാഹെ സറണ്ടർ ഹോ, ചാഹെ സേവാദാരി ഹോ, ചാഹെ പ്രവൃത്തി വാല ഹെ, ഇസ് ബാത്ത് മേ ധർമ്മരാജ് ബി നെഹി ചോടേഗ. അപ്പോൾ ബാബ പറയാണ് ബ്രാഹ്മണാത്മാക്കളാവട്ടെ അല്ലേ, അതായത് കുടുംബത്തിലിരിക്കുന്നവരാവട്ടെ, സറണ്ടറായിട്ടുള്ള കുട്ടികളാവട്ടെ, സറണ്ടർ എന്ന് പറഞ്ഞാൽ സെൻറ്ററിലിരിക്കുന്നവരാവട്ടെ, സലനിപ സേവാധാരികളാവട്ടെ, ആരായാലും ഈ കാര്യത്തിൽ ധർമ്മരാജൻ വിടില്ല. തെറ്റ് ചെയ്താൽ ശിക്ഷ ഉറപ്പാണ്. അപവിത്രത വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ശിക്ഷ എന്തായാലും നമുക്ക് കിട്ടും. അത് ധർമ്മരാജൻ ആരെയും വിടില്ല എന്ന് പറയാം. ബ്രഹ്മബാബ ബി ധർമ്മരാജക്കോ സാത്ത് ദേഖ. ബ്രഹ്മബാബയും എന്ത് ചെയ്യും? ധർമ്മരാജനെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയാം. കാരണം എന്താ? കുട്ടികൾ തെറ്റ് ചെയ്താൽ ബ്രഹ്മബാബയ്ക്ക് കുട്ടികളുടെ കൂടെ നിൽക്കാൻ പറ്റില്ല. അതാ ബാബറിനെ ധർമ്മരാജന് സപ്പോർട്ട് ചെയ്യും. इसलिए कुमार कुमारियाँ कहाँ भी हो, मधुबन में हो, सेंटर पर हो, लेकिन इसकी चोट संकल्प मात्र की चोट भी बहुत बड़ी चोट है. അപ്പോൾ ബാബ പറയണം അതുകൊണ്ട് കുമാരന്മാരും കുമാരിമാരും എവിടെയാവട്ടെ, സെൻറ്ററിലാവട്ടെ, മധുബനിലാവട്ടെ, എവിടെയാണെങ്കിലും സങ്കല്പത്തിൽ പോലും ഇങ്ങനൊരു കാര്യം ഉണ്ടാവാൻ പാടില്ല. ഒരു മുറിവ് വന്നാൽ അത് വലിയ മുറിവാണെന്ന് ബാബ പറയാം. गीत गाते हो ना, पवित्र मन रखो, पवित्र तन रखो. गीत है ना आपका. ബാബ പറയാം ഒരു പാട്ടുണ്ടല്ലോ, ഒരു ഹിന്ദിയിലൊരു പാട്ടുണ്ട്, പവിത്ര മൻ രഖോ, പവിത്ര തൻ രഹോ, പവിത്രതാ ഹി ഷാൻ ഹെ എന്ന് പറഞ്ഞിട്ട്. അപ്പം പവിത്രമായ ശരീരം വയ്ക്കൂ, പവിത്രമായ മനസ്സ് വയ്ക്കൂ, പവിത്രതയാണ് നമ്മുടെ അഭിമാനം. അങ്ങനെ പറഞ്ഞിട്ടൊരു ഹിന്ദിയിൽ ബാബയുടെ ഒരു പാട്ടുണ്ട്. അതാ ബാബ പറയണ തോ മൻ പവിത്ര ഹെ തോ ജീവൻ പവിത്ര ഹെ, ഇസ്മേ ഹൽക്കെ നെഹി ഹോന. അപ്പോൾ ബാബ പറയാണ് മനസ്സ് പവിത്രമാണെങ്കിൽ ജീവിതം പവിത്രമായിരിക്കും. ഇതിൽ നിങ്ങൾ എന്താവരുത്? ലൂസ് ആവരുത്. ഇതിലെത്ര അറ്റൻഷൻ ഇല്ലാത്തവരായിട്ട് മാറരുത്. തോടാ കർലിയ ക്യാ ഹേ, തോടാ നെഹി ബോത്തെ. കുറച്ച് ചെയ്തു അങ്ങനെയല്ല. ബാബ പറയാൻ കുറച്ചല്ല, ഒരുപാട്. അതാണ് ബാബ പറയുന്നത്. എന്നിട്ട് ബാബ പറയാ ബാപ്ദാദ ഒഫീഷ്യൽ ഇഷാര ദേ രഹാ ഹെ, ഇസ്മേ നെഹി ബച്ച് സക്കേംഗെ. ബാപ്ദാദ ഒഫീഷ്യലായിട്ട് സൂചന തന്നുകൊണ്ടിരിക്കുകയാണ്, ഇതിൽ ആർക്കും രക്ഷപ്പെടാൻ സാധിക്കില്ല. ഇസ്കാ ഹിസാബ് കിതാബ് അച്ഛി തരഹ് സെ ലെങ്കെ കോയി ബി ഹോ, ഇസ്ലിയേ സാവധാൻ, അറ്റൻഷൻ. അപ്പോൾ ബാബ പറയാണ് ഇതിൽ ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് എന്താണ്? കർമ്മക്കണക്ക് നല്ല രീതിയിൽ ഉണ്ടാകും. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ബാബ പറയാ അറ്റൻഷൻ, ശ്രദ്ധിക്കണം.
സുന സബീനെ ധ്യാൻ സെ. ബാബ ചോദിക്കുക, എല്ലാവരും കേട്ടോ, വളരെ ശ്രദ്ധയോടെ കേട്ടോ. ദോനോം കാൻ ഖോൽക്കെ സുന്ന. ബാബ പറയാ, രണ്ട് ചെവികളും തുറന്ന് കേൾക്കണം. വൃത്തി മേ ബി ടച്ചിങ് നഹി ഹോ. മനോഭാവത്തിലും പവിത്രതയുടെ ടച്ചിങ് ഒന്നും വരുന്നില്ലല്ലോ. ദൃഷ്ടി മേ ബി ടച്ചിങ് നഹി, ദൃഷ്ടിയിലും ടച്ചിങ് വരരുത്. സങ്കല്പമേ നഹി തോ വൃത്തി ദൃഷ്ടിക്കാ ഹെ. അപ്പം സങ്കല്പത്തിലില്ല എന്ന് വിചാരിക്കുക, അപ്പം പിന്നെ വൃത്തിയിലും ദൃഷ്ടിയിലും എങ്ങനെ ഉണ്ടാവും അല്ലേ? സങ്കല്പത്തിൽ എന്താണോ ഉള്ളത് അതാണല്ലോ വൃത്തിയിലും ദൃഷ്ടിയിലും വരുന്നത്. ക്യോംകി സമയ സമ്പന്നത സമീപ് ആ രഹാ ഹെ. കാരണം സമയം സമ്പന്നതയുടെ സമീപത്ത് വന്നുകൊണ്ടിരിക്കുക. ബിൽക്കുൽ പ്യുവർ ബന്നേക്ക്, പൂർണ്ണമായിട്ട് പവിത്രമായി മാറാനുള്ള സമയമാണിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ബാബ പറയാൻ. ഉസ്മേ യഹ് ചീസ് തോ പൂരി ഹി സഫേദ് കാഗസ് പർ കാല ദാഗ ഹെ. അതായത് ബാബ പറയാം, അതിലിങ്ങനെ ഒരു സാധനത്തെക്കുറിച്ച് പിന്നെ ബാബ ഒരു ഉദാഹരണം പറയാണ്. പൂർണ്ണമായിട്ട് ഒരു വെള്ള പേപ്പറിൽ കറ പറ്റുക, അങ്ങനെയാണ്. വെള്ള പേപ്പറിൽ കറ പറ്റിയ വേഗം അറിയുമല്ലോ. അതാ ബാബ പറയുന്നത്. അച്ഛാ സബി ജഹാം ജഹാം സെ ബി ആയേ ഹെ, സബ് തരഫ് സെ ആയേ ഹുയെ ബച്ചോം കോ മുബാരക്. അപ്പോൾ ഓരോ കുട്ടികളും അവിടെ നിന്നും ഇവിടെ നിന്നും പല ഭാഗങ്ങളിൽ നിന്ന് വന്നതാണല്ലോ. അപ്പോൾ എല്ലാ ഭാഗത്തു നിന്ന് വന്ന കുട്ടികൾക്കും ആശംസ. എല്ലാവർക്കും ബാബ ആശംസ പറയാം. അച്ഛാ മൻ കോ ഓർഡർ സെ ചലാവോ, സെക്കൻഡ് മേ ജഹാം ചാഹോ വഹാം മൻ ലഗ് ജായ് ടിക്ക് ജായ്. അതായത് സെക്കൻഡിൽ എവിടെ വയ്ക്കാൻ ആഗ്രഹിക്കുന്നു മനസ്സിന്, അവിടെ മനസ്സിരിക്കണം. അതാ ബാബ പറയണേ. യഹ് എക്സസൈസ് കറോ, ഈ ഒരു എക്സസൈസ് നമ്മൾ ചെയ്യണം. ഡ്രിൽ അച്ഛാ കോയി ജഹഗ് കൈ ജഹഗ് ബच्चे സുൻ രഹേ അല്ലേ? ഈ ഒരു എക്സസൈസ് ചെയ്യണം, ഡ്രില്ല് ചെയ്യാൻ പറയാം. ഇനി പല പല സ്ഥലങ്ങളിൽ ഇരുന്ന് കുട്ടികൾ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. യാദ് ബി കർ രഹേ ഹേ സുൻ ബി രഹേ, ഓർമ്മിക്കുന്നുമുണ്ട് കേൾക്കുന്നുമുണ്ട്. യഹ സുൻകർ കുഷ് ബി ഹോ രഹേ, ഇതൊക്കെ കേട്ടിട്ട് കുട്ടികൾ വളരെയധികം സന്തോഷിക്കുന്നുമുണ്ട്. कि साइंस के साधन वास्तव में सुखदाई आप बच्चों के लिए है. ഈ സയൻസിൻ്റെ സാധനങ്ങളുണ്ടല്ലോ വാസ്തവത്തിൽ സുഖം തരുന്നതാണ്. അത് ആർക്കാണ്? നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. സയൻസിൻ്റെ സാധനം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിലൂടെ നമുക്ക് തന്നെയല്ലേ സുഖം കിട്ടുന്നത്. അതാ ബാബ പറയണേ. ചാരോം ഓർ കെ സർവഗജാനോം സെ സദാ സമ്പന്ന ബച്ചോം കോ. സദാ അതായത് നാല് ഭാഗത്തുമുള്ള സർവഗജനാക്കളാൽ സദാ സമ്പന്നരായ കുട്ടികൾക്ക്, സദാ കുഷ് നസീബ് കുഷ്നുമാ ചെഹരെ ഓർ ചലൻ സെ खुशी की अंजलि देने वाले विश्व कल्याणकारी बच्चों को. സദാ സന്തുഷ്ടമായിട്ടിരിക്കുന്ന അല്ലെ, ഭാഗ്യവാനായിരിക്കുന്ന, സന്തുഷ്ടതയുടെ അല്ലെ സന്തോഷം നിറഞ്ഞ ആ ഒരു മുഖത്തിലൂടെ പെരുമാറ്റത്തിലൂടെ സന്തോഷത്തിൻ്റെ അഞ്ജലി കൊടുക്കുന്ന വിശ്വമംഗളകാരി കുട്ടികൾക്ക്, സദാ മൻ കെ മാലിക് ബൻ ഏകാഗ്രത की शक्ति द्वारा मन को कंट्रोल करने वाले मन जीत जगत जीत बच्चों को. അപ്പം സദാ മനസ്സിൻ്റെ അധികാരിയായി മാറി ഏകാഗ്രതയുടെ ശക്തിയിലൂടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന, മനസ്സിനെ ജയിച്ച, ജഗത്തിനെ ജയിച്ച കുട്ടികൾക്ക്, സദാ ബ്രാഹ്മൺ ജീവൻ की വിശേഷത पवित्रता के पर्सनालिटी में रहने वाले पवित्र ब्राह्मण आत्माओं को. സദാ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ വിശേഷത പവിത്രതയാണ്. ആ പവിത്രതയുടെ പേഴ്സണാലിറ്റിയിലിരിക്കുന്ന പവിത്ര ബ്രാഹ്മണ ആത്മാക്കൾക്ക് സദാ ഡബിൾ ലൈറ്റ് ബൻ ഫരിസ്ത ജീവൻ മേ ബ്രഹ്മ ബാപ് കോ ഫോളോ കർനെ വാലെ. അതേപോലെ സദാ ഡബിൾ ലൈറ്റായി മാറി ഫരിസ്ത ജീവിതത്തിൽ ബ്രഹ്മബാബയെ ഫോളോ ചെയ്യുന്ന, ബ്രഹ്മബാബയ്ക്ക് സമാനമായ കുട്ടികൾക്ക് ബാബ് ദാദാക്ക യാദ് പ്യാർ ഓർ നമസ്തേ. അപ്പോൾ ബാബ പറയാണ്, ബ്രഹ്മബാബയ്ക്ക് സമാനമായ കുട്ടികൾക്ക് ബാബ് ദാദയുടെ സ്നേഹസ്മരണയും നമസ്തേയും. അപ്പോൾ ബാബ് ദാദയ്ക്കും സ്നേഹസ്മരണയും നമസ്തേയും.
चारों ओर सुनने वाले, याद करने वाले सर्व बच्चों को भी बहुत बहुत दिल की दुआओं सहित യാദ് പ്യാർ സർവ്വക്കു നമസ്തേ. പിന്നെ 4 ഭാഗത്തും ബാബയുടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, 4 ഭാഗത്തും കേട്ടുകൊണ്ടിരിക്കുന്ന ബാബയെ ഓർമ്മിക്കുന്ന സർവ്വ കുട്ടികൾക്കും വളരെ വളരെ മനസ്സുകൊണ്ടുള്ള ആശീർവാദങ്ങൾ സഹിതം സ്നേഹസ്മരണയും സർവർക്കും നമസ്തേയും. ബാബ എല്ലാവർക്കും സ്നേഹസ്മരണയും നമസ്തേയും കൊടുക്കുകയാണ്. ഇനി ബാബ വരദാനം പറയാം. സാഗാർ ബാപ് കോ ഫോളോ കർ നമ്പർ 1 ലേനെ വാലെ സമ്പൂർണ്ണ ഫരിസ്ത ഭവ. അതായത് ബാബ പറയുന്നത് സാഗാര ബാബയെ ഫോളോ ചെയ്ത് നമ്പർ 1 നേടുന്ന സമ്പൂർണ്ണ ഫരിസ്തയായി ഭവിക്കട്ടെ എന്ന് ബാബ പറയാം. നമ്പർ 1 ആനെ കാ സഹജ സാധൻ ഹെ. जो नंबर 1 ब्रह्मा बाप है उसी 1 को देखो. ബാബ പറയാണ് നമ്പർ 1ലേക്ക് വരാനുള്ള സഹജമായ വഴി എന്താണെന്ന് വെച്ചാൽ, നമ്പർ 1ലേക്ക് വന്നത് ബ്രഹ്മബാബയാണല്ലോ. അപ്പോൾ ആ ബ്രഹ്മബാബയാകുന്ന നമ്പർ 1നെ നോക്കാൻ പറയാം. ബ്രഹ്മബാബയാണ് നോക്കേണ്ടത്. അനേകോം കോ ദേഖ്നേക്ക് ബജായേ ഏക് കോ ദേഖോ. അനേകരെ നോക്കുന്നതിന് പകരം ഒരേ ഒരു ബാബയെ മാത്രം നോക്കൂ. ഓർ ഏക് കോ ഫോളോ കരോ. പിന്നെ ഒരേ ഒരാളെ മാത്രം ഫോളോ ചെയ്യൂ. ഹംസോ ഫരിസ്ത കാ മന്ത്ര പക്കാ കർലോ തോ അന്തർ മിട്ട് ജായേഗ. ഞാൻ തന്നെ ഫരിസ്ത എന്ന മന്ത്രം ഉറപ്പിക്കണം നമ്മൾ. അങ്ങനെ ഉറപ്പിച്ചാൽ വ്യത്യാസം ഇല്ലാണ്ടാവും അല്ലേ? ഞാനും ഫരിസ്തയും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതാകും. ഫിർ സയൻസ് കാ യന്ത്ര അപ്ന കാം ശുരു കരേഗ. പിന്നെ സയൻസിൻ്റെ യന്ത്രം എന്ത് ചെയ്യും? തൻ്റെ ജോലി അങ്ങ് തുടങ്ങും. ഓർ ആപ്പ് സമ്പൂർണ്ണ ഫരിസ്തേ ദേവതാ ബൻ നയി ദുനിയാമേ അവതരിത ഹോങ്കെ. പിന്നീട് ബാബ പറയാണ്, നമ്മൾ സമ്പൂർണ്ണ ഫരിസ്ത, അതായത് ദേവതയായി മാറി പുതിയ ലോകത്തിൽ അവതരിക്കും. तो സമ്പൂർണ്ണ ഫരിസ്ത ബന്ന അർത്ഥാത് സാഗാർ ബാബ് ഫോളോ കർണ. അപ്പോൾ ബാബ പറയാണ് സമ്പൂർണ്ണ ഫരിസ്തയായിട്ട് മാറുക അർത്ഥം എന്താ? സാഗാര ബാബയെ ഫോളോ ചെയ്യുക. അതാ ബാബ പറയണേ. അപ്പം സമ്പൂർണ്ണ ഫരിസ്തയാവുക അർത്ഥം എന്താ? സാഗാരത്തിലെ ബ്രഹ്മബാബയെ ഫോളോ ചെയ്യുക. ഇനി ബാബ സ്ലോഗൻ പറയാണ്, मान के त्याग में सर्व के माननीय बनने का भाग्य समाया हुआ है. ഈ അംഗീകാരത്തെ ത്യാഗം ചെയ്യും. അംഗീകാരത്തിൻ്റെ ത്യാഗത്തിൽ എന്നെ എല്ലാവരും അംഗീകരിക്കണം, എനിക്ക് അംഗീകാരം തരണം എന്നൊക്കെ വിചാരിക്കുമല്ലോ. അത് അംഗീകാരത്തിൻ്റെ ത്യാഗത്തിൽ സർവരാലും അംഗീകരിക്കപ്പെടുന്നവരായി മാറുന്ന ഭാഗ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ അംഗീകാരത്തെ ത്യാഗം ചെയ്യണം. അംഗീകാരത്തെ നമ്മൾ ത്യാഗം ചെയ്താൽ സർവരും നമ്മളെ അംഗീകരിക്കും. ആ അംഗീകരിക്കുന്ന ഭാഗ്യം നമുക്ക് നേടാൻ പറ്റും. പക്ഷെ അംഗീകാരം വേണം എന്നുള്ളത് ത്യാഗം ചെയ്താലേ പറ്റുള്ളൂ. അതാ ബാബ പറയണേ. ഇനി ബാബ വ്യക്ത സൂചന പറയാം. അപ്നി ശക്തിശാലി മനസ്സാദ്വാര സകാശ് ദേനയ്ക്ക് സേവ കരും. തൻ്റെ ശക്തിശാലി മനസ്സിലൂടെ സകാശ് കൊടുക്കുന്ന അല്ലേ, അതായത് വൈബ്രേഷൻ കൊടുക്കുന്ന സേവനം ചെയ്യൂ. ജൈസെ ബാപ് ദാദാ കോ റഹം ആത്താ ഹൈ, ഐസെ ആപ്പ് ബच्चे भी मास्टर रहमदिल बन मनसा अपनी वृत्ति से वायुमंडल द्वारा आत्माओं को बाप द्वारा मिली हुई शक्तियां दो. അതായത് ബാബ പറയാണ്, എങ്ങനെയാണോ ബാബ്ദാദയ്ക്ക് ദയ വരുന്നു, അതേപോലെ നമ്മൾ കുട്ടികളും മാസ്റ്റർ ദയാമനസ്കരായി മാറി മനസ്സ തൻ്റെ മനോഭാവത്തിലൂടെ വായുമണ്ഡലത്തിലൂടെ ആത്മാക്കൾക്ക് ബാബയിലൂടെ കിട്ടിയ ശക്തികൾ നമ്മൾ കൊടുക്കണം. ബാബയിലൂടെ കിട്ടിയ ശക്തികൾ നമ്മൾ കൊടുക്കൂന്ന് ബാബ പറയാം. ജബ് തോടെ സമയമേ सारे विश्व की सेवा संपन्न करनी है, तत्वम सहित सबको पावन बनाना है, तो തീവ്രഗതി സേ സേവ കരോ. അപ്പോൾ ബാബ എന്താ പറയുന്നത്? കുറച്ച് സമയമേ ഉള്ളൂ.
ആ കുറച്ച് സമയത്തിൽ മുഴുവൻ വിശ്വത്തിൻ്റെയും സേവനം സമ്പന്നമാക്കണം. കുറച്ച് സമയത്തിൽ മുഴുവൻ വിശ്വത്തിൻ്റെയും സേവനം സമ്പന്നമാക്കണം. തത്വങ്ങൾ സഹിതം, പഞ്ചതത്വങ്ങൾ സഹിതം എല്ലാത്തിനെയും പാവനമാക്കി മാറ്റണം. അങ്ങനെ തീവ്രഗതിയിൽ സേവനം ചെയ്യൂ എന്ന് ബാബ പറയാം. അപ്പം തീവ്രഗതിയിൽ സേവനം ചെയ്യുന്നവരായിട്ട് ആര് മാറണം? നമ്മൾ മാറണം. ഓക്കെ. അച്ഛാ, ഓം ശാന്തി.